മെഹബൂബ്, സ്നേഹിതന്മാർ, സ്നേഹിതമാര് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അതിനു വേണ്ടി എന്ത് വില കൊടുത്തും നമ്മളെ സാധിപ്പിച്ചു കൊടുക്കുന്നതിലേറെ അള്ളാഹുവിനെ സംബന്ധിച്ചല്ലേ നമുക്ക് ആ തോന്നൽ വരേണ്ടത്. പടച്ച തമ്പുരാൻ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് നീ ഇന്ന സമയം വെഞ്ഞാറമൂട് വരണമെന്ന് പറഞ്ഞാൽ, കൃത്യമായി 2 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ നിങ്ങൾ കൃത്യം 2 മണിക്ക് അവിടെ എത്തിയിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ 5 വക്ത് നിസ്കാരം അല്ലാഹു മെഹബൂബായ റബ്ബ് നമ്മളോട് കൃത്യമായി നമ്മളെ കാണണം എന്ന് പറഞ്ഞ സമയങ്ങളാണ്. അതെന്തേ നമ്മൾ ഡിലേ ആക്കുന്നത്? അതെന്തേ സമയം വൈകിപ്പോകുന്നത്? അതുകൊണ്ട് മൻ സദഖല്ലാഹ സദഖഹുല്ലാഹ്, നമ്മൾ അല്ലാഹുമായുള്ള ബന്ധം സത്യസന്ധമാണെങ്കിൽ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് സത്യങ്ങൾ നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ രോഗികളെ കാണുമ്പോൾ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണം. ആശ്രയതീരത്തിലെ നിരാലംബരായ ആരുമില്ലാത്ത 30-ലേറെ ആളുകളാണ് അവിടെ കിടക്കുന്നത്. നമ്മളെപ്പോലെ കുടുംബമുള്ളവരാണ് അവർ. പക്ഷേ കുടുംബം ഒന്നുകിൽ ഉപേക്ഷിച്ചവരെ, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ തയ്യാറല്ലാത്തവരെ. ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, അതിൽ ചെറിയ മക്കളുണ്ട്. അവരെയെല്ലാം ആശ്രയതീരത്ത് കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിട്ട് ആ പാവങ്ങളുടെ ദുന്യാവ് ആഖിറം രണ്ടും ഒന്നും അറിയാത്ത രീതിയിൽ, ബുദ്ധിസ്ഥിരതയില്ലാത്ത, ഓർമ്മക്കുറവുള്ള, കാര്യങ്ങൾ മനസ്സിലാവാത്ത, ഞാൻ എവിടെയാണെന്ന് പോലും അറിയാത്ത എത്രയോ മതവിശ്വാസികൾ, പല വിഭാഗക്കാർ. പക്ഷേ സ്നേഹം എന്ന ഭാഷ ഒന്നേ ഉള്ളൂ. ആ സ്നേഹത്തിന്റെ ഭാഷയിലാണ് ആശ്രയതീരത്ത് നാം അവരോട് പെരുമാറുന്നത്. അവരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരണം. സത്യവിശ്വാസികളെ, അള്ളാഹു നമുക്ക് തന്ന കണ്ണും കാതും ചിന്തയും നമ്മുടെ ബുദ്ധിയും അതെങ്ങാനും അള്ളാഹു എടുത്തുകൊണ്ടു പോവുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? എന്ത് പകരം കൊടുത്തുകൊണ്ട് തിരിച്ചു കിട്ടും? അല്ലാഹുവേ, ആശ്രയതീരത്തണിയുന്ന മുഴുവൻ ആളുകൾക്കും നീ ശിഫാ നൽകണേ തമ്പുരാനെ. ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹു അവർക്ക് പരിപൂർണമായ ആഫിയത്ത് നൽകണേ റബ്ബേ. അവരെ ശുശ്രൂഷിക്കുന്ന ആളുകളെ, നമ്മുടെ വോളണ്ടിയർമാർ, ഡോക്ടേഴ്സ് അടക്കമുള്ള ആളുകൾ, 100-ലേറെ ആളുകൾ ഇതിന്റെ വോളണ്ടിയർമാരായി ഒരു ശമ്പളവും പറ്റാതെ പ്രവർത്തിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉവൈസ് സമാനി അവറുകൾ അടക്കമുള്ള ആളുകൾ, അല്ലാഹു ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഒരു രോഗിയായി കിടന്ന മനുഷ്യൻ മരണം വരിച്ച് ആ മയ്യത്തിനെ ഖബറടക്കി തിരിച്ചു വരുന്ന വഴിയിൽ വല്ലാണ്ട് വിഷമിച്ച് കരഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോ വീട്ടുകാര് മഹാനായ ഹസനുൽ ബസ്രിയോട് പറഞ്ഞു, അത്വആമു യർഹമുകുമുല്ലാഹ്, ഹസനുൽ ബസ്രി നിങ്ങളുടെ ഭക്ഷണം റെഡിയാണ്, ഭക്ഷണം വന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ, യാ അഹ്ലാ അലൈക്കും ബിത്വആമിക്കും വശറാബിക്കും, എന്റെ വീട്ടുകാരെ ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, വെള്ളം നിങ്ങൾ കുടിച്ചോളൂ. ഫവല്ലാഹി റഅയ്തു മസ്റഅ ലാ അസാലു അഅമലു ലഹു ഹത്താ അൽഖാ, ഞാൻ ഇന്ന് കണ്ടുവരുന്ന കാഴ്ച കാണുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഇന്ന് കണ്ട കാഴ്ച കാണുമ്പോ ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന പേടിയിലാണ്. മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ ഓർത്തുപോവുകയാണ്. അതുകൊണ്ട് ഈ രോഗികൾ നമ്മുടെ മനസ്സുകളിൽ ചിന്തകൾ ഉണ്ടാക്കണം. നമുക്ക് അല്ലാഹു ആരോഗ്യവും ആഫിയത്തും നൽകിയിരിക്കുകയാണ്. അവരെ കാണുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. അത് നമ്മൾ ചൊല്ലണം. അല്ലാഹുവേ, നീ സൃഷ്ടിച്ച എത്രയോ സൃഷ്ടികളെക്കാൾ നീ എനിക്ക് മഹത്വം നൽകിയല്ലോ. അവർക്ക് നൽകിയ സുഖങ്ങൾ നീ എനിക്ക് തന്ന് പരീക്ഷിച്ചിട്ടില്ലല്ലോ റബ്ബേ. വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ, നീ പടച്ച ഒരുപാട് സൃഷ്ടികളെക്കാളും നീ എനിക്ക് മഹത്വം നൽകിയല്ലോ റബ്ബേ. എന്നാരെങ്കിലും ആ ഒരു ദിക്ർ ചൊല്ലിയാൽ തന്റെ മുമ്പിൽ അകപ്പെട്ട ആളിന്റെ പ്രയാസം കൊണ്ട് അല്ലാഹു ഇത് ചൊല്ലിയവരെ പരീക്ഷിക്കുകയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് എന്തെങ്കിലും നമുക്ക് ദാനമായി ഒരു സ്വതഖയായി, അസ്സദഖതു റദ്ദുൽ ബലായ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ തടുക്കാനുള്ള ഏക വഴി ദാനമാണ്. അത് നമ്മളെ കൊണ്ട് കഴിയുന്നത് ഈ മഹത്തായ സംരംഭത്തിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ പരിസരങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹായം
സഹായം അർഹമായി വന്ന അല്ലെങ്കിൽ സഹായം അർഹിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമാണ് ഇവിടെ ആശ്രയതീരം. നമ്മുടെയൊക്കെ സഹായവും സഹകരണവും അതിനുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3, ഈ ഉമ്മത്തിന്റെ സമുദ്ധാരണത്തിന് ദുആ വേണം, പ്രാർത്ഥന വേണം. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതിന് ചില അടയാളങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. ദുആഇനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, അഅജസുന്നാസി മൻ അജസ അനിദ് ദുആ. ജനങ്ങളിൽ ഒന്നിനും പറ്റാത്ത ആള്, ഒന്ന് ദുആ ഇറക്കാൻ പോലും പറ്റാത്തവനാണ്. ജനങ്ങളിൽ ഏറ്റവും ഒന്നിനും കഴിയാത്ത അഅജസ്, ഏറ്റവും ദുർബലനായവൻ, മൻ അജസ അനിസ് ദുആ, ദുആ പോലും ചെയ്യാൻ കഴിയാത്തവനാണ് ഏറ്റവും ദുർബലനായവര്. നമ്മൾ ദുർബലരാവരുത്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യമുള്ളവരെയാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് നബി ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ തമന്നാ അഹദുകും ഫൽയുക്സിർ ഫഇന്നമാ യസ്അലു റബ്ബഹ്. നിങ്ങൾ ആരെങ്കിലും വല്ലതും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധാരാളം ആഗ്രഹിച്ചോളൂ, ധാരാളം ചോദിച്ചോളൂ. ചോദിക്കുന്നത് അല്ലാഹുവിനോടല്ലേ? അവന്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന് തരാൻ കഴിയുമല്ലോ. എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നബി ഞങ്ങൾ ദുആ ഇറക്കുമായിരുന്നു. നിസ്കാര ശേഷമുള്ള ദുആ, ദുബറ കുല്ലി സ്വലാത്തിൻ വസ്വലാത്തുൽ വദ്ദുആഉ ജൗഫൽ ലൈൽ. രാത്രിയുടെ മധ്യത്തിൽ പാതിരാവിൽ നമ്മൾ ദുആ ചെയ്യുന്ന ദുആ, ദുആഉൽ മുസാഫിർ, യാത്ര പോകുന്നവരുടെ ദുആ. വൈസമാനി ഉസ്താദിന്റെ ഉപ്പ ഹജ്ജിന് പോവാൻ ദുആ ഇറക്കാനൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ മഹാനുഭാവന്റെ യാത്രയും ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു മഖബൂലും മബ്റൂറുമാക്കി കൊടുക്കട്ടെ. ഹജ്ജിന് നിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു എല്ലാ തൗഫീഖും നൽകട്ടെ. മുസാഫിറുകളുടെ ദുആഇന് ഉത്തരമുണ്ട്, നോമ്പുകാരുടെ ദുആഇന് ഉത്തരമുണ്ട്, രോഗം ബാധിച്ച രോഗികളുടെ ദുആഇന് ഉത്തരമുണ്ട്, പ്രായമായ വല്യപ്പവല്യമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ആലിമീങ്ങളുടെ സയ്യിദന്മാരുടെ ദുആഇന് ഉത്തരമുണ്ട്, മുഅ്മിനീങ്ങളെ സ്വതക്ക ദാനം ചെയ്തുള്ള ദുആഇനും ഉത്തരമുണ്ട്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വ ആഖിറതി. ഹബീബായ നബി ഞങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞു, റബ്ബേ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ, വൽ ആഫിയ, എനിക്ക് ആരോഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമത ഫീ ദീനി വ ദുനിയായ വ ആഖിറതി. അല്ലാഹുവേ, എൻ്റെ ആഖിറത്തിലും എൻ്റെ ദുനിയാവിലും എൻ്റെ ശരീരത്തിലും എനിക്ക് പരിപൂർണമായ ആരോഗ്യം നിലനിർത്തി തരണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് പ്രാർത്ഥന അനിവാര്യമാണ്. അതോടൊപ്പം ഈ ഉമ്മത്തിന്റെ വിജയത്തിന് അനിവാര്യമായ മറ്റൊരു ഘടകം പ്രാർത്ഥനയോടൊപ്പം തന്നെ പരിശ്രമമാണ്. മനുഷ്യന്റെ ചിന്തകൾ നന്മയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ വിദ്യാർത്ഥിനികളോടാണ് പ്രത്യേകിച്ചും പറയാനുള്ളത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക്, ഇൽമിന്റെ ജ്ഞാനത്തിന്റെ സബര്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രേമം കൊണ്ടോ അല്ലാത്തത് കൊണ്ടോ ഡ്രഗിനടിമകളായിട്ടോ നമ്മളാരും വഴിതെറ്റിപ്പോവാതെ സൂക്ഷിക്കണേ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ ഒരു ഉപദേശം ഇവിടെ ശ്രദ്ധേയമാണ്. നഫ്സക ഇല്ലം തുശ്ഗിൽഹാ ബിൽ ഹഖ് ശഗലത്ക ബിൽ ബാതിൽ. നിന്റെ ശരീരം നീ നോക്കണേ. നഫ്സക, നിന്റെ ശരീരം നീ നോക്കണേ. ഇല്ലം തുശ്ഗിൽഹാ ബിൽ ഹഖ്, നേരായ മാർഗത്തിൽ നിന്റെ ശരീരത്തെ നീ എൻഗേജ് ചെയ്തില്ലെങ്കിൽ ശഗലത്ക ബിൽ ബാതിൽ, മോശമായതുകൊണ്ട് നിന്നെ അത് എൻഗേജ് ആക്കി കളയും. നല്ലൊരു കാര്യം കണ്ടില്ലെങ്കിൽ ചീത്ത കാണേണ്ടി വരും. നല്ല ഒരു പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ ചീത്ത പ്രവർത്തനം ചെയ്തേക്കും. നല്ല ഒരു കാര്യത്തെ സംബന്ധിച്ച് ആലോചിച്ചില്ലെങ്കിൽ ചീത്ത കാര്യം നീ ആലോചിച്ചു കൊണ്ടിരിക്കും.
നശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിന്റെ നഫ്സിനെ നീ സൂക്ഷിക്കണേ. ഇല്ലം തുശ്ഗിൽഹാ ബിൽ ഹഖ് ശഗലത്ക ബിൽ ബാതിൽ. നീ അത് നന്മയിൽ അതിനെ എൻഗേജ് ചെയ്തില്ലെങ്കിൽ നിന്റെ ശരീരം തിന്മ കൊണ്ട് എൻഗേജ്ഡ് ആയി പോകും. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു, 2 മഹാ അനുഗ്രഹങ്ങൾ മനുഷ്യർ മുഴുവനും അശ്രദ്ധയിലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാൻ മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സഹ്ഹതു വൽ ഫറാഗ്. മനുഷ്യ ജീവിതത്തിലെ 2 മഹാ അനുഗ്രഹങ്ങൾ, 2 വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് മനുഷ്യന്റെ ആരോഗ്യം, മറ്റൊന്ന് മനുഷ്യന്റെ ഒഴിവ് സമയം. ഈ 2 മഹാ അനുഗ്രഹങ്ങൾ പലർക്കും ശരിയാം വണ്ണം ഉപയോഗിക്കാൻ അറിയില്ല, ശരിയാം വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ അറിയില്ല. ഒഴിവ് സമയം കിട്ടുമ്പോ, ഒരു ഹോളിഡേ ഉണ്ടാകുമ്പോ, വീക്കെൻഡ് ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ വെക്കേഷൻ ആകുമ്പോ, ആ സമയങ്ങളിലാണ് മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്നത്. അപ്പോഴാണ് മനുഷ്യൻ കറങ്ങാൻ പോകുന്നത്. ആ ഒരു കറക്കം ഒരു ഹലാലായ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്ന ഒരു യാത്രയെങ്കിൽ അത് പ്രതിഫലാർഹമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മയക്കുമരുന്നും മദ്യപാനവും വ്യഭിചാരവുമായി മനുഷ്യൻ അതിനെ തിന്മയിൽ ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് 2 സമയങ്ങൾ, 2 അനുഗ്രഹങ്ങൾ നിങ്ങൾ കരുതിയിരിക്കുക. ഒന്ന് നിങ്ങളുടെ ഒഴിവ് സമയം, മറ്റൊന്ന് നിങ്ങളുടെ ആരോഗ്യമുള്ള കാലം. മനുഷ്യന്റെ യൗവനം ആരംഭിച്ച് ഏകദേശം ഒരു 50 വയസ്സ് വരെയുള്ള കാലം നല്ല ആരോഗ്യത്തിന്റെ സമയമാണ്. ആരോഗ്യത്തിന്റെ സമയമാണ്. ഫ്രീ മെയിൻ്റനൻസ്, കമ്പനികളൊക്കെ പറയില്ലേ, ഫ്രീ മെയിൻ്റനൻസ്. കാര്യമായ ഒരു ചെലവുമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രായം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗുളികകൾക്ക്, മരുന്നുകൾക്ക് അടിമകളായി മാറുന്നു. 50 വയസ്സ് വരെയുള്ള ആ ഒരു കാലം ശരിക്ക് നമ്മൾക്ക് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ജീവിതം സുഗമമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾ സമയം കൃത്യമായും പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ തയ്യാറാവണം. ഖലീൽ ഇബ്നു അഹ്മദ് എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതൻ, അദ്ദേഹം ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആലോചിച്ച് മരുഭൂമിയിൽ എത്തിപ്പെടുമായിരുന്നുവെന്ന് ചരിത്രത്തിലുണ്ട്. പിന്നെ തിരിച്ചു വരും. എങ്ങോട്ടാണ് പോയതെന്നറിയില്ല. പ്രഗത്ഭനായ കവിയായിരുന്ന അബൂ തമ്മാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം കവിത ആലോചിച്ചിരിക്കുന്ന നേരത്ത് വീട്ടിലേക്ക് പലരും കയറി വന്ന് ഇറങ്ങിപ്പോയിട്ടും അദ്ദേഹം അറിയുമായിരുന്നില്ലത്രേ. മഹാനായ ഇബ്നു സഹ്നൂൻ, പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു സഹ്നൂൻ, അദ്ദേഹത്തിന്റെ വേലക്കാരി പെണ്ണിനോട് ഭക്ഷണം വേണമെന്ന് പറയും ഉച്ചയ്ക്ക്. പക്ഷെ അദ്ദേഹം ഗ്രന്ഥരചനയിലാണ്. ഗ്രന്ഥരചനയിൽ മുഴുകി ഭക്ഷണം അവിടെ തണുത്താറാകുമ്പോ വേലക്കാരി പെണ്ണ് ആ ഭക്ഷണം മുമ്പിലേക്ക് വെച്ചു കൊടുക്കും. സ്പൂണ് കൊണ്ട് വായിലേക്ക് വെച്ചു കൊടുക്കും. അടിമപ്പെണ്ണാണ്. സ്പൂണ് കൊണ്ട് വായിലേക്ക് വെച്ചു കൊടുക്കും. ഭക്ഷണം അയാളെ കൊണ്ട് കഴിപ്പിക്കും. അപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവസാനം മണിക്കൂർ കഴിഞ്ഞിട്ട് ചോദിക്കും, എന്റെ ഭക്ഷണം എവിടെ? പറയുന്നു, ഇബ്നു സഹ്നൂൻ, നിങ്ങൾ ഭക്ഷണം കഴിച്ചല്ലോ. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. വിജ്ഞാനത്തിൽ അങ്ങ് മുഴുകിക്കഴിഞ്ഞപ്പോ അറിഞ്ഞിരുന്നില്ല. മഹാനായ അല്ലാമ തഖിയുദ്ദീൻ സുബ്കി മഹാനവറുകൾ, അവരെ സംബന്ധിച്ച് മകൻ താജുദ്ദീൻ സുബ്കി തങ്ങള് തബഖാത്തു ശാഫിഈയിൽ പിതാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വാപ്പ രാവിലെ അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നിരന്തരമായ ജോലി, സുബ്ഹി കഴിഞ്ഞാൽ പിന്നെ ഉന്മേഷമുള്ള സമയം. ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ റസൂൽ ബറക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ച ഒരു സമയമുണ്ട്. അത് രാവിലെയാണ്. സ്കൂളുകൾ രാവിലെ തുറങ്ങണം, അല്ലേ? ഓഫീസുകൾ രാവിലെ തുറക്കണം. ബിസിനസ്സുകൾ രാവിലെ ആരംഭിക്കണം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്ത് ഏതൊരു കാര്യം രാവിലെകളിൽ ചെയ്യുന്നുണ്ടോ, രാവിലെകളിൽ ചെയ്യുന്നതിന് അവർക്ക് ബറക്കത്ത് കൊടുക്കണേ റബ്ബേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. രാവിലെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ബറക്കത്തുണ്ട്. രാവിലെ ഇറങ്ങിയാൽ മഹാനായ തഖിയുദ്ദീൻ സുബ്കി തങ്ങളെ സംബന്ധിച്ച് മകൻ താജുദ്ദീൻ സുബ്കി തങ്ങൾ പറയുന്നു, തബഖാത്തു ശാഫിഈയിൽ പിതാവിന്റെ ദിനചര്യകൾ വിശദമായിട്ട് പറയുന്നുണ്ട്. പിതാവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് ദർസ് ഓതി കൊടുത്തും പഠിച്ചും മഹാനവറുകൾ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം എടുത്തു വെച്ചാൽ അതാരെങ്കിലും വായിലേക്ക് കൊടുത്താലല്ലാതെ തിന്നില്ല. അങ്ങനെ വീണ്ടും പുറത്തു പോവുകയായി. പഠനം പഠിപ്പിക്കൽ ഇത് തന്നെ. അങ്ങനെ ഇരിക്കെ വാപ്പയാണ് ഉമ്മയോട്
പറഞ്ഞത്? ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നീ എന്റെ മോൻ തഖിയുദ്ദീന്റെ കയ്യിൽ 1 ദിർഹമോ 2 ദിർഹമോ വെച്ചു കൊടുക്ക്. ഒരു ഭക്ഷണവും വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല, പുറത്തുനിന്നെങ്കിലും കഴിക്കട്ടെ. അങ്ങനെ ഒരു തൂവാലയിൽ 2 ദിർഹം കെട്ടിവെച്ചു കൊടുത്ത് പറഞ്ഞു, മോനെ 2 ദിർഹമുണ്ട് കേട്ടോ, നിന്റെ ആവശ്യങ്ങൾ വല്ലതും വന്നാൽ ചെലവിന് ഉപയോഗിച്ചേക്കണം. ആ തൂവാല 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും അതിൽ 2 ദിർഹം അങ്ങനെ കിടപ്പുണ്ട്. എന്നിട്ട് മഹാനായ തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ ഉമ്മയോട് പറയുന്നു, ഞാൻ എന്താ ഇതുകൊണ്ട് ചെയ്യേണ്ടത്? എനിക്കിത് വേണ്ട, ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞ് ഭക്ഷണത്തിന് പോലും സമയം കണ്ടെത്താതെ മുഴുസമയം ജ്ഞാനത്തിന് വേണ്ടി ചെലവഴിച്ചതിന്റെ പേരിൽ മഹാനായ തഖിയുദ്ദീൻ സുബ്കിയെ നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. പിതാവും മകനും താജുദ്ദീൻ സുബ്കിയും രണ്ടുപേരും ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായി ഇന്ന് ലോകം അറിയപ്പെടുന്നു. മഹാനായ താജുദ്ദീൻ സുബ്കിയും തഖിയുദ്ദീൻ സുബ്കിയും പ്രഗത്ഭരായ പണ്ഡിതന്മാർ. അൽഫിയ്യത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന അൽഫിയ ഉണ്ടാക്കി ഇബ്നു മാലിക് നഹവി. അദ്ദേഹത്തിന്റെ ജീവിതം വിചിത്രമാണ്. ഏത് നേരവും വായനവും ഖുർആനും ഇല്ലാ വഹുവ യുസല്ലി ഔ യതുലു ഔ യുസന്നിഫു ഔ യഖറഉ. ഏത് സമയവും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയും, ആളുകൾ കൂട്ടുകാർ സമുദായത്തിന് പഠിപ്പിച്ചു തന്ന അദ്ദേഹത്തിന്റെ മാതൃക ഏത് നേരവും വായന, എപ്പോഴും ഗ്രന്ഥം, എപ്പോഴും എഴുത്ത്, എപ്പോഴും രചന, വിശുദ്ധ ഖുർആനിന്റെ പാരായണം അല്ലെങ്കിൽ നിസ്കാരം. ഡമസ്കസിലേക്ക് മഹാനായ ഇബ്നു മാലിക് നഹവിയുടെ അൽഫിയത്ത് ഇബ്നു മാലിക്കിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ടവരുടെ കൂടെ കൂട്ടുകാർ ഡമസ്കസിലേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയപ്പോ, ദിമഷ്ക് ഭംഗിയുള്ള പ്രദേശമാണ്. ഇന്നത്തെ സിറിയയിൽ കിടക്കുന്ന ഡമസ്കസ്, സിറിയയുടെ തലസ്ഥാനം. ഡമസ്കസിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, യൻസിലു അലൽ മനാറത്തിൽ ബൈദാഇ ശർഖിയ ദിമഷ്ക്. നബി തങ്ങൾ ദിമഷ്ക് എന്ന് പറയുമ്പോൾ സിറിയയിൽ അങ്ങനെ ഒരു നാടില്ലായിരുന്നു. ഹബീബിന്റെ മുഅ്ജിസത്താണ് എന്ന് പറയും ഈ ഹദീസ്. മസീഹുദ് ദജ്ജാൽ വരുന്നതിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മഹാനായ ഈസാ നബി ഇറങ്ങി വരുന്നത് ഡമസ്കസിലെ, ഈസ്റ്റ് ഡമസ്കസിലെ ഒരു പള്ളിയുടെ മിനാരത്തിലൂടെയാണ് ഇറങ്ങി വരിക സുബ്ഹി നിസ്കാരത്തിന്റെ നേരത്ത് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ, യൻസിലു അലൽ മനാറത്തിൽ ബൈദാഇ ശർഖിയ ദിമഷ്ക്. അന്ന് ദിമഷ്ക് എന്ന് പറയുന്ന, ഡമസ്കസ് എന്ന് പറയുന്ന ഒരു നഗരമേ അറബ് ലോകത്തില്ലായിരുന്നുവെന്നാണ്. തങ്ങൾ ആ പറയുന്ന കാലത്ത് ഡമസ്കസ് ഇല്ല, പിന്നീട് വന്ന നഗരമാണ്. ഇന്ന് നഗരമുണ്ട്, ഇന്ന് അവിടെ പള്ളിയുണ്ട്. ഈ പള്ളി അവിടെയുണ്ട് അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഒക്കെ ഒരുപാട് കാശ് ചെലവാക്കി വികസിപ്പിച്ചെടുത്ത അൽ മസ്ജിദുൽ അമവി. ആ പള്ളിയിലാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുമെന്ന് വിശ്വാസികൾ കാത്തിരിക്കുന്നത്. ഇരിക്കട്ടെ, ഡമസ്കസിലേക്ക് മഹാനായ ഇബ്നു മാലിക് നഹവിയുമായിട്ട് ഒരു യാത്രയുണ്ടായി. അപ്പോ കൂട്ടുകാര് മുഴുവനും ഒരു ഭക്ഷണം കണ്ടപ്പോ, സുവൈഖ് എന്ന് പറഞ്ഞ ഭക്ഷണം കണ്ടപ്പോ എല്ലാവരും ആ റെസ്റ്റോറന്റിന്റെ ഇന്നത്തെ ഒരു തട്ടുകടയായിരിക്കാം, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവർ ചോദിച്ചു, നമ്മുടെ ഇബ്നു മാലിക് എവിടെ? നോക്കുമ്പോ തങ്ങളുടെ കൂട്ടുകാരൻ വരുന്ന വഴിയിൽ ഒരു പാറക്കല്ല് കണ്ട് അവിടെ ഇരുന്ന് ഗ്രന്ഥത്തിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, കിതാബ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അത്രക്ക് പുസ്തകപ്പുഴു എന്ന് പറയുന്ന പോലെ. നമുക്കറിയുമോ, അല്ലാമ ഇബ്നു അഖീലുൽ ഹംബലി എന്ന് പറയുന്ന പണ്ഡിതൻ 800 വോള്യമുള്ള കിതാബുൽ ഫുനൂൻ, ഇസ്ലാമിക ലോകത്ത് രചിക്കപ്പെട്ട വലിയ, ലോകത്ത് അതിന് സമാനമായത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഒരു വ്യക്തി 800 വോള്യമുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഒരൊറ്റ വ്യക്തി, മഹാനായ അല്ലാമ ഇബ്നു അഖീലുൽ ഹംബലിയുടെ ഗ്രന്ഥമാണ് കിതാബുൽ ഫുനൂൻ. 800 വോള്യം. ഒരു വോള്യം 600 പേജാണ്. 600 പേജാണ് ഒരു വോള്യം. അങ്ങനെ 800 വോള്യമുള്ള കിതാബുൽ ഫുനൂൻ. ഇതൊക്കെ ഒരു മനുഷ്യന് സാധ്യമായത് സമയത്തിൽ അല്ലാഹു നൽകിയ കറാമത്തായിരിക്കണം. എത്ര വലിയ പ്രതിഭാധനനായ പണ്ഡിതനാണ് അദ്ദേഹം, ഇബ്നു അഖീലുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത്രയും വലിയ വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഇന്ന് നമ്മൾ ആകെ അന്വേഷിക്കുന്നത് എവിടെയാണ്? ഈ അറേബ്യൻ സംസ്കാരത്തിന്റെ വിജ്ഞാനത്തിന്റെ ലെഗസി അല്ല നമ്മൾ അന്വേഷിക്കുന്നത്. അറേബ്യൻ ഫുഡ് എവിടെ കിട്ടാനുണ്ട് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അല്ലേ? നമ്മൾ അന്വേഷിക്കുന്നത് ഭക്ഷണമാണ്. ഒരു കാലത്ത് ബുദ്ധിയുടെ ഭക്ഷണമാണ് അവർ നമുക്ക് കൈമാറിയത്. ആ അന്നം കൊണ്ടാണ് ഈ ഉമ്മത്തിന് ഇസ്സത്തുണ്ടായത്. നമ്മൾ ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ വയറ് നിറക്കാനുള്ള ചിന്തയിലാണ്. ഖിയാമത്ത് നാൾ നടക്കുന്നതിന്റെ മുമ്പ്
മുമ്പ് വരാൻ പോകുന്ന സമുദായത്തിന്റെ അടയാളം നബി തങ്ങൾ പറഞ്ഞു, ഹമ്മുഹുമുൽ ബത്നു വൽ ഫർജു. അവരുടെ ആകെയുള്ള ചിന്ത ഭക്ഷണം, ഭോഗം എന്ന് മാത്രമായിരിക്കും. ഭക്ഷണം കഴിക്കുക, ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ശയിക്കുക, ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാത്ത ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പ് മനുഷ്യർക്ക് വന്നു ചേരുമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീർഘദർശനം ചെയ്ത കാലത്തേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടിരിക്കുകയാണോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഈ സമുദായത്തിന്റെ വിജയം നമ്മുടെ സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിയന്ത്രിച്ച് ശരിക്കും അനാവശ്യമായ ഒന്നിലേക്കും കൊടുക്കാതെ കൃത്യമായി പഠനവും ഗവേഷണവും നടന്ന് നമ്മുടെ മക്കളിൽ ലോകത്തിന് അഭിമാനികളായ മഹാപണ്ഡിതന്മാർ ഉണ്ടാവണം. അല്ലാഹുവേ, നീ അതിന് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമുദ്ധാരണത്തിന് അനിവാര്യമായത് ചുറ്റുപാടുകളുടെ മാറ്റമാണ്. ചുറ്റുപാടുകൾ മാറേണ്ടി വരും. ഒരുപക്ഷേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ 100 ആളെ കൊന്ന ആൾ നമുക്കറിയായിരിക്കും. തൗബയുടെ ബാബിൽ മഹാന്മാരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. 99 ആളെ കൊന്ന ഒരാള് 99 ആളെ കൊന്നിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നപ്പോ ഒരു ആബിദായ, അധികം വിവരമില്ലാത്ത ഒരാൾ ആരോ കാണിച്ചു കൊടുത്തു. അയാളോട് പോയി ചോദിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, നിനക്കെന്ത് തൗബ? 100 ആളെ കൊന്നിട്ട് നിന്നെ അല്ലാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? പേടിപ്പിച്ചു. അപ്പൊ അയാളെയും കൊന്നു. അങ്ങനെ 99 100 ആക്കി, റൗണ്ട് ഫിഗർ ആക്കി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? അങ്ങനെ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ആലിമിന്റെ അരികത്തേക്ക് എത്തുന്നു. നമ്മുടെ സമുദായത്തിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞു പോയ ചരിത്രമാണിത്. നബി തങ്ങൾ വിവരിച്ചു തന്ന സ്വഹീഹായ ഹദീസ്. അങ്ങനെ അയാൾ പറഞ്ഞു, ആ പണ്ഡിതൻ പറഞ്ഞു, മാ യഹൂലു ബൈനക വബൈനല്ലാഹ്, നിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ എന്താണ് തടസ്സം നിൽക്കുന്നത്? നിനക്ക് തൗബയുണ്ടല്ലോ. നീ നന്നാവാൻ തീരുമാനിക്കുകയും നിന്റെ മനസ്സ് ശുദ്ധമാക്കുകയും ചെയ്താൽ നിന്നെ കഴുകി ശുദ്ധിയാക്കിയെടുക്കാൻ അല്ലാഹു ഒരുക്കമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ആ സന്ദർഭത്തിൽ ആ മനുഷ്യന് സാരോപദേശം കൊടുത്ത സാരോപദേശം ഹദീസിൽ കാണാം. നീ നിന്റെ പഴയ നാട്ടിലേക്ക് പോകരുത്, നീ നിന്റെ പുതിയ നാട്ടിലേക്ക് താമസം മാറിയേക്കണം. കാരണം ചീത്ത കൂട്ടുകാരുള്ള ഒരു പ്രദേശത്ത് നിന്ന് നിന്നെ ഒന്ന് മാറ്റി താമസിപ്പിച്ചാലേ നിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകൂ. അതുകൊണ്ട് നീ ഒന്ന് നാടുമാറി പോകണം. അങ്ങനെ തൗബ ചൊല്ലി പശ്ചാത്തപിച്ച് ആ മഹാനായ പണ്ഡിതൻ തന്നോട് ചെന്നു ചേരാൻ പറഞ്ഞ പുതിയ നാട്ടിലേക്ക്, നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരു മഹല്ലിലേക്ക് നീ അവിടെ പോയി താമസിച്ചാൽ മതി. പഴയ നാട്ടിലേക്ക് പോകരുത്. അവിടെ ചെന്നാൽ നീ വീണ്ടും കൊലയാളിയായി മാറും. അങ്ങനെ പുതിയ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ അയാൾ മരണപ്പെടുന്നു. ആ മനുഷ്യനെ സ്വർഗത്തിലേക്കുള്ള മലക്കുകൾ എടുക്കണോ നരകത്തിലേക്കുള്ള മലക്കുകൾ എടുക്കണോ എന്ന ചർച്ച വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന് തീർപ്പ് കൽപ്പിക്കുന്നു. ഈ മനുഷ്യൻ നന്മയിൽ ഉദ്ദേശിച്ച് പുറപ്പെട്ടതാണ്. അയാൾ പുറപ്പെട്ട നാട്ടിലേക്കാണോ ദൂരം കുറവ്? അതല്ല, തന്റെ ആദ്യ നാട്ടിലേക്കാണോ ദൂരം കുറവുള്ളത്? എങ്ങോട്ടാണ് ഇയാൾ അടുത്തിരിക്കുന്നത്? നോക്കുമ്പോൾ പുതിയ നാട്ടിലേക്കാണ്. അല്ലാഹുവിന്റെ കരുണയുടെ മാലാഖമാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊരു മാറ്റമുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ചില നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോ പ്രത്യേകിച്ച് 9ാം ക്ലാസ്, 10, 11, 12 ക്ലാസ്സുകൾ എത്തുമ്പോൾ സ്വാഭാവികമായും അവരുടെ ചിന്തകളിൽ മാറ്റം വരും, അവരുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരും. ഡിസിപ്ലിൻ കുറയും, റെസ്പെക്ട് കുറയുന്നത് കാണാൻ കഴിയും. അതിൽ വലിയൊരു പങ്ക് കൂട്ടുകാരുടേതാണ്. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് അവരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. മാറ്റി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് നല്ല അച്ചടക്കമുള്ള സ്കൂൾ, ഉത്തരവാദിത്വ ബോധമുള്ള അധ്യാപകരുള്ള സ്കൂളിലേക്ക് ആ മക്കളെ മാറ്റി ചേർത്തേണ്ടി വരും. അതൊരു രീതിയാണ് എന്നല്ലാതെ ആ കുട്ടിയുടെ ചുറ്റുവട്ടത്തുമുള്ള കൂട്ടുകാര് മുഴുവനും മയക്കുമരുന്നിന് അടിമകള്, സ്മോക്കിംഗ് ഉള്ളവര്, തോന്നിവാസമുള്ളവര്, ഗേൾ ഫ്രണ്ട്സ് ഉള്ളവര്, ആ ഒരു കൂട്ടുകാരുടെ വലയത്തിൽ ഇവൻ പെട്ടുപോയാൽ ഇവനിൽ നിന്നും അതുപോലെയുള്ള സ്വഭാവങ്ങളല്ലാതെ മറ്റെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൽ പറഞ്ഞ പോലെ ആ നാട്ടിലേക്ക് നീ
പോവല്ല, പുതിയൊരു നാട്ടിലേക്ക് ചെല്ല്, ഒരു പുതിയ സ്ഥാപനത്തിലേക്ക് അവരെ മാറ്റേണ്ടി വരും. കോളേജുകളിൽ സംഭവം അങ്ങനെ തന്നെ. ചില ക്യാമ്പസുകൾ മക്കള് നന്നാവുന്ന ഇടങ്ങളുണ്ട്, കേടുവന്നവരെ നന്നാവുന്നത്. നല്ല മക്കള് കേടുവന്നു പോകുന്ന അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവർക്ക് മാറ്റത്തിന് ഒരവസരം നമ്മൾ കൊടുത്തേ പറ്റൂ. നമ്മുടെ പ്രാർത്ഥന മാത്രം മതിയാകില്ല, അവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. മക്കളെ ശരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്കൊരു പക്ഷേ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കുറവാണ്, അല്ലെങ്കിൽ നന്മയിലേക്കുള്ള ചാലകം അവിടെ ദുർബലമാണെങ്കിൽ ഏറ്റവും നല്ല നന്മയുടെ ചുറ്റുപാടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് മക്കളെ മാറ്റി പാർപ്പിക്കലാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. അതുമാത്രമല്ല, വ്യഭിചാരിയായ മനുഷ്യനെ സംബന്ധിച്ച്, വ്യഭിചാരിയായ ഒരാൾക്ക് നൽകുന്ന ശിക്ഷയിൽ വിവാഹം ചെയ്യാത്ത ഒരാൾ, വിവാഹിതനല്ലാത്ത ഒരാൾ വിവാഹം ചെയ്യുന്നതിന്റെ മുമ്പ് വ്യഭിചാരം ചെയ്താൽ അവന് 100 വീതം അടിക്കണമെന്നും ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്നും 1 വർഷം അവനെ നാടുകടത്തണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. ഗൈറുൽ മുഹ്സിൻ, നാടുകടത്തണം 1 വർഷത്തേക്ക്. ആ നാടുകടത്തണം എന്ന് പറഞ്ഞതിന്റെ ഹിക്മത്തും ഇതുതന്നെയാണ്. സ്വന്തം നാട്ടിലെ ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ അവൻ വഴിതെറ്റാനിടയുണ്ട്. അതുകൊണ്ട് നല്ല ഒരു നാട്ടിൽ ചെന്നവൻ നന്മ പഠിക്കട്ടെ എന്ന ഒരു ഹിക്മത്ത് ശർഇനുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. അവസാനമായി ഗൗരവത്തോടെ നമ്മൾ പറയുന്നത്, ഈ സമുദായത്തിന് നല്ല മാതൃകായോഗ്യരായ പണ്ഡിതന്മാർ, നല്ല കൂട്ടുകാർ, നല്ല സുഹൃത്തുക്കൾ വേണം. അല്ലാഹു സജ്ജനങ്ങളുടെ സുഹബത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. നല്ല ഒരു കൂട്ടായ്മ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനതൽ ഹയാത്തിദ് ദുനിയ. വിശുദ്ധ ഖുർആൻ ഹബീബായ നബി തങ്ങളോട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ നബിയെ അങ്ങ് നിൽക്കാവൂ. നബിയെ, അങ്ങയുടെ കൂട്ടുകാരെ അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം. ഹബീബിനോടുള്ള ഉപദേശം അത് നമ്മളോടാണ്. ഹബീബായ നബി തങ്ങൾക്ക് തങ്ങളുടെ നൂറിൽ നിന്ന് മറ്റുള്ളവർ 100 പ്രകാശം സ്വീകരിക്കുക എന്നല്ലാതെ ഹബീബിന് ആരിൽ നിന്നും പ്രകാശം എടുക്കേണ്ടതില്ല. എന്നാൽ നമ്മളോടാണ് ഖുർആനിന്റെ ഉപദേശം. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടുകാർ നല്ലവരായിരിക്കണം, സ്വാലിഹീങ്ങളാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിനൻ നാസി നാസൻ മഫാതീഹുൽ ലിൽ ഖൈരി മഗാലിഖുൽ ലിശ്ശർ. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ നന്മയുടെ താക്കോലുകളാണ്, തിന്മകളെ പൂട്ടിവെക്കുന്നവരാണ്. ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട് അങ്ങനെ. അവരെ കണ്ടെത്താൻ കഴിയണം. അവര് നന്മയുടെ താക്കോലാണ്. അവര് പറയുന്നത് നന്മയാണ്, അവരെ കാണുന്നത് നന്മയാണ്, അവര് ചെയ്യുന്നത് നന്മയാണ്. അത് കാണുമ്പോൾ നമ്മൾ ആ സംഘത്തിന്റെ കൂടെ ചേരുക. ഒന്നുമല്ല, ആശ്രയതീരം തന്നെ ഒരു ഉദാഹരണം. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്, വെഞ്ഞാറമൂട് പരിസരത്താണ് നമ്മളുള്ളത്. ആശ്രയതീരം എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് ആവശ്യമായ വോളണ്ടിയർമാർ, ഇതിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഒരുപാട് മാൻ പവർ ആവശ്യമുണ്ട്. വെറുതെ ഇരിക്കുന്ന ആളുകൾ, ജോലി കഴിഞ്ഞ സമയമുള്ള ആളുകൾ ഈ സംരംഭവുമായി സഹകരിച്ച് അല്ലാഹുവിന്റെ അരികത്ത് നിന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു നല്ല കൂട്ടുകാരുടെ സൗഹൃദ വലയത്തിലേക്ക് ചേരുക. അത് നമ്മൾ വഴിതെറ്റാതിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാവാനും എത്രയോ ദുരന്തങ്ങൾ അല്ലാഹു നമുക്ക് ഒഴിവാക്കി തരാനും കാരണമാകും. അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സജ്ജനങ്ങളുടെ കൂട്ടായ്മ വേണം. ഇന്ന മിനന്നാസ് നാസൻ മഫാതീഹുൽ ലിൽ ഖൈരി മഗാലിഖുൽ ലിശ്ശർ. നന്മയുടെ താക്കോലുകളായി തിന്മകളുടെ പൂട്ടുകളായി ചില ആളുകളുണ്ട്. നേരെ മറിച്ചുമുണ്ട്, നന്മ പൂട്ടുന്നവരും തിന്മ തുറക്കുന്നവരും. നമ്മൾ നന്മയുടെ താക്കോലുകൾ എന്ന് പറഞ്ഞ ആ ആളുകളുടെ കൂട്ടത്തിലാവണം. ألا إن أولياء الله ألا إن أولياء الله لا خوف عليهم ولا هم يحزنون.
അല്ലാഹുവിന്റെ ഔലിയാകൾക്ക് പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കൊടുത്ത വ്യാഖ്യാനം, ഹുമുല്ലദീന യുദ്കറുല്ലാഹു ലിറുയതിഹിം. ആരാണ് ഔലിയാക്കൾ എന്നറിയുമോ? ഹുമുല്ലദീന, അവരൊരു വിഭാഗം ആളുകളാണ്, യുദ്കറുല്ലാഹു ലിറുയതിഹിം, അവരെ കണ്ടാൽ അല്ലാഹുവെ ഓർമ്മ വരും. കണ്ടാൽ അല്ലാഹുവെ ഓർമ്മ വരും. ചില ആളുകളെ കണ്ടാൽ പുതിയ സിനിമ ഓർമ്മ വരും, ചില ആളുകളെ കണ്ടാൽ കളിവിശേഷങ്ങൾ ഓർമ്മ വരും, ചിലരെ കണ്ടാൽ മോശമായ ചിന്തകൾ ഓർമ്മ വരും, ചില ആളുകളെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. ഹുമുല്ലദീന യുദ്കറുല്ലാഹു ലിറുയതിഹിം. ചില ആളുകളുടെ സാന്നിധ്യം അങ്ങനെയാണ്. ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയാത്തത് എങ്ങനെ പരിഹരിക്കാമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. മഹാനായ തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, സജ്ജനങ്ങളെ കിട്ടാനില്ലാത്ത കാലം, നമുക്കൊക്കെ മാതൃകയായ പണ്ഡിതന്മാർ, നമ്മുടെ ഉലമാഇന അല്ലാഹുമ്മ ജഅൽ ഉലമാഅനാ ഹുദാതൻ മഹ്ദിയീൻ, അവർ സന്മാർഗദർശികളും സന്മാർഗദർശനം സാധ്യമാകുന്നവരുമായി അല്ലാഹു അവരെ മാറ്റിത്തരട്ടെ. ആ സജ്ജനങ്ങൾ ഇന്നുമുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ തലമുറകളായി അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ഇരക്കുകയാണ്. ചില പണ്ഡിതരെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരും. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കാണുമ്പോൾ തഖ്വയും വറഉം ഓർമ്മ വരുമായിരുന്നു. മഹാനായ ശംസുൽ ഉലമയെ കാണുമ്പോൾ വിജ്ഞാനത്തിന്റെ മഹാവെളിച്ചം കാണും ആ മുഖത്ത്. മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, പ്രഗത്ഭരായ പണ്ഡിതര്, നമ്മുടെ എല്ലാവരുടെയും ഉസ്താദ് മഹാനവറുകളെ കാണുമ്പോൾ കർമ്മശാസ്ത്ര മസ്അലകളും ദീനിന്റെ മസ്അലകളുമാണ് ഓർമ്മ വരിക. ആ മുഖത്ത് ചിരിയോടുകൂടെ ഇൽമാണ് പറഞ്ഞു തരുന്നത്. ചില ആളുകളെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരും. ചില മുഖം കാണുമ്പോൾ പടച്ച തമ്പുരാനെ ഓർമ്മ വരും. നിങ്ങൾ അല്ലാഹുവിനെ, നിങ്ങൾക്ക് ആരൊക്കെ മല്ലം യഅ്ലക ലഹ്ദുഹു ലാ ഖൈറ ഫീ ഖബ്ല ലഫ്ദിഹി ഫലാ ഖൈറ ഫീഹി. മഹാന്മാർ പറഞ്ഞു, മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറഞ്ഞു, മല്ലം യഅ്ലക ലഹ്ദുഹു ഖബ്ല ലഫ്ദിഹി ഫലാ ഖൈറ ഫീ. ഒരു മനുഷ്യന്റെ വാക്കിനേക്കാളും, ഒരു മനുഷ്യന്റെ വാക്ക് കേൾക്കുന്നതിന് മുമ്പേ ഒരു മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾക്ക് സാരോപദേശം കിട്ടുന്നില്ലെങ്കിൽ ആ മനുഷ്യനിൽ യാതൊരു ഖൈറുമില്ല എന്ന് പറഞ്ഞാൽ, വഅദ് ഉഷാറാണ്, പ്രഭാഷണം ഉഷാറാണ്, വഅദ് ഉഷാറാണ്, പക്ഷേ ആ വ്യക്തിയിൽ ഇത് കാണുന്നില്ല, ആ വ്യക്തി ഇത് കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ലാ ഖൈറ ഫീഹി, ആ മനുഷ്യനിൽ യാതൊരു ഖൈറുമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹുൽ മുസ്തആൻ വനഊദു ബില്ലാഹി മിനൽ ഖിദ്ലാൻ. അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാഴ്ച കൊണ്ട് അല്ലാഹുവിനെ ഓർമ്മ വരണം. അങ്ങനത്തെ വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവരെ നമ്മൾ കണ്ടെത്തണം. മഹാനായ അല്ലാമ ജഅഫർ തങ്ങൾ പറയുമായിരുന്നു, കുൻതു ഇദാ വജത്തു മിൻ ഖൽബി ഖസ്വ, എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു കാഠിന്യമുണ്ടായാൽ ഞാൻ ഒരു മഹാന്റെ മുഖത്തേക്ക് ചെന്ന് നോക്കി നിൽക്കും. മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മഹുല്ലാഹ്, താബിഈങ്ങളിൽ പ്രമുഖനാണ്. മുഹമ്മദ് ഇബ്നു വാസി എന്നവർ ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി തങ്ങളുടെ സൈന്യത്തിൽ എത്രയോ ധർമ്മസമരങ്ങളിൽ സംബന്ധിച്ച പ്രഗത്ഭനായ മുഹദ്ദിസാണ്, ആലിമാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി. സമകാലികനായ അല്ലാമ ജഅഫർ എന്നവർ പറയുന്നു, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം, ഒരു കാഠിന്യമുണ്ടായാൽ, നിസ്കാരത്തിനൊരു മടിയോ ഇബാദത്തിനൊരു ഉത്സാഹക്കുറവോ ഉണ്ടായാൽ ഞാൻ ഉടനെ ഓടിച്ചെല്ലും മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദിയെ കാണാൻ. ആ മഹാനെ കാണും. അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ ഹസിബ്തു അന്ന വജ്ഹഹു വജ്ഹു സഖിലാ, മോൻ മരണപ്പെട്ട ഒരു ഉമ്മയെ പോലെ, മകൻ നഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെ, ഖിന്നയായ ഒരു ഉമ്മയുടെ, ദുഃഖിതയായി കിടക്കുന്ന ഒരു ഉമ്മയുടെ മുഖം പോലെ മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഇന്റെ മുഖത്ത് നിന്ന് ആഖിറത്തിന്റെ ചിന്തകൾ എനിക്ക് ലഭിക്കുമായിരുന്നുവെന്ന് മഹാനായ ജഅഫർ എന്നവരെ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റബീഉ ഇബ്നു ഖുസൈം എന്ന തന്റെ ശിഷ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റബീഉ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദീൻ പഠിച്ച മഹാനായ താബിഈയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിയല്ലേ. ആ സ്വഹാബിയിൽ നിന്ന് ഇൽമു പഠിച്ച റബീഉ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഇബ്നു മസ്ഊദ് എന്നവരുടെ മജ്ലിസിലേക്ക് വന്നാൽ ആ മജ്ലിസിലുള്ള ഓരോ മുതഅല്ലിമിന്റെയും ആവശ്യങ്ങൾ എന്തോ അതെല്ലാം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അവർക്കറിയേണ്ടത് ചോദിച്ച് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഇൽമു അവിടെ വന്ന ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത് എല്ലാവരും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കൂ. ഇത് കണ്ടപ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയത്, യാ അബാ യസീദ് ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹബ്ബക. റബീഉ ഇബ്നു ഖുസൈമേ, നിങ്ങളെ കണ്ടാൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ കണ്ടിട്ടില്ല, എന്നാൽ നിങ്ങളെ കാണുകയായിരുന്നെങ്കിൽ നിങ്ങളെ കാണുമെങ്കിൽ ലഹബ്ബക, റസൂൽ നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. ഇത് വല്ലാത്തൊരു വാക്കാണെന്നാണ്. നിങ്ങളെ റസൂൽ കാണുകയായിരുന്നെങ്കിൽ റസൂൽ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെടുമായിരുന്നു. റബീഅേ, വമാ റഅയ്തുക ഇല്ലാ ദകർതുൽ മുഖ്ബിതീൻ. റബീഉ ഇബ്നു ഖുസൈം എന്ന ശിഷ്യനോട് ഗുരുനാഥനായ ഉസ്താദ്, ഒരു ഗുരുനാഥൻ ശിഷ്യന്മാർക്ക് എപ്പോഴും ഉയർന്ന ചിന്തകൾ നൽകണമെന്നാണ്. ഉയർന്ന മഅനവിയാത്ത് ശിഷ്യന്മാരുടെ മനസ്സുകളിൽ അവർക്ക് നല്ല പ്രതീക്ഷകൾ കൊടുക്കണം, നല്ല ദുആ കൊടുക്കണം. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ റബീഉ ഇബ്നു ഖുസൈം എന്നവർക്ക് കൊടുത്ത ഉപദേശം അതാണ്. റബീഅേ, നിങ്ങളെ കണ്ടാൽ എൻ്റെ റസൂൽ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നു. റബീഅേ, നിങ്ങളെ കാണുമ്പോൾ അല്ലാഹു പ്രശംസിച്ചു പറയുന്ന മുഖ്ബിതീൻ എന്ന് പറയുന്ന വിഭാഗത്തെ, അല്ലാഹുവിന്റെ സച്ചരിതരായ ആളുകളെ എനിക്ക് ഓർമ്മ വരികയാണ്. ശിഷ്യനെ കണ്ടിട്ട് ഉസ്താദ് പറയാം, ശിഷ്യനെ കണ്ടിട്ട് പറയുന്നു, റബീഅേ, നിങ്ങളെ കാണുമ്പോ എനിക്ക് മുഖ്ബിതീൻ എന്ന് അല്ലാഹു പറഞ്ഞ സജ്ജനങ്ങളായ ആളുകളെ ഓർമ്മ വരുന്നു. അതൊരു വല്ലാത്ത അംഗീകാരമല്ലേ? ആ ഉസ്താദിന്റെ ഒരു ഗുണം നോക്കി. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഒരു അഹങ്കാരമില്ലല്ലോ. തന്റെ ശിഷ്യൻ വലിയ ഒരാളാണ് എന്ന് ശിഷ്യനോട് പറയാം. ആ ശിഷ്യൻ അതുപോലെ സ്വഹാബിയെക്കാളും ഒരിക്കലും ഒരു താബിഈക്കും ഉയരാൻ കഴിയില്ല. പക്ഷെ താബിഈങ്ങളുടെ ലെവലിൽ നിന്നാൽ റബീഉ ഇബ്നു ഖുസൈം എന്നവർ മഹാന്മാരായ താബിഈങ്ങളിൽ കിബാറു താബിഈനിൽപ്പെട്ട മഹാനാണ്. അല്ലാഹുവേ, സജ്ജനങ്ങളുടെ ആ ഒരു കൂട്ടായ്മ. ഇന്നമാ യജ്ലിസുർ റജുലു ഇലാ മൻ യൻഫഉഹു ഫീ ദീനിഹി. കൂട്ടുകാർ വലിയ വിഷയമാണ്, സൗഹൃദ ബന്ധം വലിയ വിഷയമാണ്. നമ്മുടെ യുവാക്കളെ, യുവതികളെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് പോലും ജെൻഡറിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമുക്ക് വേണം. ഒരാളെ ആഡ് ചെയ്യാൻ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ പെണ്ണിനെ പാടില്ലല്ലോ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ ആണിനെയും തന്നിലേക്ക് തന്റെ കമ്മ്യൂണിക്കേഷൻസ് ശ്രദ്ധിക്കുന്നവരായിട്ട്, തന്റെ ഫോളോവേഴ്സ് ആയിട്ട്. കാരണം അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളാണത്. ഒരു ദീനി തഅലീമോ, ദീൻ പഠിപ്പിക്കലോ, ഖുർആനിന്റെ പഠനമോ, ദീനിന്റെ മസ്അലകളോ അല്ലെങ്കിൽ ദീനിന്റെ പഠനമോ അല്ല അവിടെ നടക്കുന്നത്. വ്യക്തിപരമായ വിഷയങ്ങളിൽ ഒരിക്കലും തന്നെ നമ്മൾ ഫ്രണ്ട്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വളരെ ഗുരുതരമാണ്. നമ്മൾ നിസ്സാരമാണെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ സൗഹൃദ വലയം നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആരുടെ കൂടെയായിരുന്നോ ആ കൂട്ടത്തിലാണ് അല്ലാഹു നമ്മെയും യാത്രയാക്കുന്നത്. നമ്മൾ ആരുടെ കൂടെയാണ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തംസപ്പ് കൊടുത്തത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലൈക്ക് കൊടുത്തത്, ആരെയാണ് നമ്മൾ ഫോളോ ചെയ്തത്, അവരുടെ കൂടെയാണ് ഉണ്ടാവുക. അത് സജ്ജനങ്ങളുടെ കൂടെയാണെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ വഴിയിലേക്ക് അല്ലാഹു നമ്മെ ആക്കിത്തരട്ടെ. ചില ആളുകളെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരും എന്ന് പറഞ്ഞല്ലോ. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുഹദ്ദിസുർ റബ്ബാനി, അല്ലാഹുവിന്റെ ദീനിൽ അറിയപ്പെട്ട പ്രഗൽഭനായ ഹദീസ് പണ്ഡിതൻ, അതോടൊപ്പം ധർമ്മ സമരങ്ങൾക്ക് പോയ മഹാൻ, ഒരുപാട് വാരിക്കോരി ദാനധർമ്മം ചെയ്തിരുന്ന ജവാദുൻ കരീമും സഖിയുമായ ആലിം മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ പറഞ്ഞു, ഇദാ നദർതു ഇലാ ഫുദൈലിൻ ജുദ്ദിദ ലിയൽ ഹസനു വമഖത്തു നഫ്സി.
ഈ മഹാനായ പണ്ഡിതൻ ഫുദൈൽ ഇബ്നു അയാദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ആത്മജ്ഞാനികളുടെ നേതാവിനെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ ഫുദൈൽ ഇബ്നു അയാദിനെ കാണാൻ ചെല്ലും. ഫുദൈൽ ഇബ്നു അയാദിനെ കാണുമ്പോൾ എന്റെ മനസ്സിൽ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകൾ രണ്ടാമത് ഉദ്ധാരണം നടക്കും. എന്റെ മനസ്സിലെ ചിന്തകൾ ഒന്ന് പൊടിതട്ടി വരും. എന്റെ മനസ്സിലെ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഒന്ന് ഉണരും. അതോടൊപ്പം എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരും. ഞാൻ ഇങ്ങനെയൊന്നും ആയാൽ പോരല്ലോ എന്ന് എനിക്ക് എന്നെ പറ്റി അവബോധം തോന്നുകയും മഹാനായ ഫുദൈലിനെ കാണുമ്പോൾ ആ മഹാനുഭാവനെ പോലെ ആവണ്ടയോ എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവേ, ഈ അബ്ദുല്ലാഹി മുബാറക് ചില്ലറക്കാരനാണോ ഈ മഹാനുഭാവൻ? അദ്ദേഹം തന്റെ കൂട്ടുകാരനായ മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു ഷഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ അന്ന് ഡമസ്കസിൽ ഏറ്റവും നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ വഴിവക്കിൽ ഒരു പള്ളിയുടെ വാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു ഷഖീഖ്, ആ മഹാനുഭാവൻ മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവരും രണ്ടുപേരും വാതിലിന്റെ പടിയിൽ നിന്നിട്ട് ആ രാത്രിയിൽ കുശലം പറയുന്ന വർത്തമാനം ഹദീസുകളെ സംബന്ധിച്ചായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ്, ആ ഹദീസുകളെ സംബന്ധിച്ച് രണ്ടുപേരും ചർച്ച ചെയ്ത് ഇശാ കഴിഞ്ഞിറങ്ങിയതാ രണ്ടുപേരും. ആ നിന്ന നൃത്തത്തിൽ വർത്തമാനം പറഞ്ഞ് ആ ഹദീസിന്റെ ചർച്ച അവസാനിക്കുമ്പോൾ സുബ്ഹി വാങ്ക് കൊടുക്കുകയായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളാണ്. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. നമ്മൾ പറയുന്നത് മിനിമം നമുക്ക് ഉറക്കം വരുന്നത് വരേക്കും വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഇൽമ പഠിക്കാനുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ, ഓൺലൈൻ സംവിധാനങ്ങൾ, ഓഡിയോയും വീഡിയോയുമായിട്ട് നമുക്ക് എന്തെല്ലാം വിജ്ഞാനം ലഭിക്കും. എത്രയോ കിതാബുകൾ റഫർ ചെയ്യാൻ കഴിയും. എത്രയെല്ലാം ആലിമീങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. നമ്മുടെ മുതഅല്ലിമീങ്ങളൊക്കെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. മൊറോക്കോക്കാരനായി ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയൊരു പണ്ഡിതനുണ്ട്, മഹാനായ ഷെയ്ഖ് സഈദ് അൽ ഖമിലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഷെയ്ഖ് സഈദ് അൽ ഖമിലി, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആ മഹാനുഭാവന്റെ ദാഖിറ, ആ മഹാനുഭാവന്റെ ഇൽമ്. ഒരു ഏകദേശം 45-50 വയസ്സിൽ താഴെ പ്രായമുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ. പണ്ഡിത ലോകത്ത്, ആധുനിക ലോകത്ത്, ഈ കാണുന്ന നമ്മുടെ ഈ കാലത്ത്, ഈ കാലഘട്ടത്തിൽ നമുക്കറിയുന്ന സുന്നി പണ്ഡിതന്മാരിൽ ഒരുപക്ഷെ ഇത്രമേൽ ഹിഫ്ളുള്ള, ബുഖാരി മുസ്ലിം മാത്രമല്ല മുവത്ത അടക്കം, സുഹാഹു സിത്തയും മുവത്തയും, ഇമാം ബസ്സാർ എന്നിവരുടെ സ്വഹീഹ് അടക്കമുള്ള, ഇബ്നു ഖുസൈമയുടെ സ്വഹീഹ് അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഹദീസുകൾ സനദ് സഹിതം പറയാൻ കഴിയുന്ന പണ്ഡിതൻ. എനിക്ക് തോന്നുന്നു അത്തരം പണ്ഡിതന്മാർ ഒരുപക്ഷെ നമ്മുടെ കേരളക്കരയിൽ തപ്പിയാൽ നമുക്ക് ഇന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇന്നുണ്ട് അങ്ങനത്തെ പണ്ഡിതന്മാർ ലോകത്തുണ്ട്. ഒരു ഹദീസിന്റെ ഗ്രന്ഥം ബുഖാരി മാത്രമല്ല, സനദടക്കം ഹിഫ്ളിൽ നിന്ന്, ദാഖിറത്തിൽ നിന്ന് പറയും. സനദ് മാത്രമല്ല, ആ സനദിൽ വരുന്ന ഓരോ ശൈഖിനെ കുറിച്ചുള്ള തർജ്ജമ പറയും. അവരാരാണ്, എവിടെ ജനിച്ചു, ആരാണ് ഉസ്താദ്, എന്തൊക്കെ ചെയ്തു, എന്ന് വഫാത്തായി. അത്രയും വലിയ അത്ഭുതപ്പെടുത്തുന്ന ഓർമ്മശക്തിയുള്ള അൽ ആലിമുർ റബ്ബാനി എന്ന് പറയുന്നു. വലാ നുസക്കി അലല്ലാഹി അഹദ, ഷെയ്ഖ് സഈദ് അൽ ഖമിലി എന്ന് പറയുന്ന വളരെ ശാന്ത സുന്ദരനായ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ. ഞാൻ പറയുന്നത് മുതഅല്ലിമീങ്ങൾക്ക് ഒരൽപ്പം നമ്മൾ ഓതുന്ന കിതാബുകൾ, നമ്മൾ അൽഫിയത്ത് ഇബ്നു മാലിക് മനപ്പാഠമാക്കിയാൽ മാഷാ അല്ലാഹ് അൽഫിയ മനപ്പാഠമാക്കി എന്ന് പറയും. മഹാനായ സഈദ് അൽ ഖമിലി ജീവിച്ചിരിപ്പുള്ള ആളാണ്. അൽഫിയത്ത് ഇബ്നു മാലിക് മാത്രമല്ല, അതിന്റെ 6ഓളം ശറഹ് മനപ്പാഠമുള്ള ആളാണ്. 6ഓളം ശറഹ്. ഇബ്നു അഖീൽ മാത്രമല്ല. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുക. ഹാഫിദുൽ ഖുർആൻ, ഇസ്ലാമിക ലോകത്ത് ഹിഫ്ളില്ലാത്ത ആലിമീങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ്. ഒരു ആലിമാവാൻ ഹിഫ്ള് ശർത്താണോ അല്ലയോ എന്ന് ചർച്ചയാവാം. പക്ഷേ ഇസ്ലാമിക ലോകത്തറിയപ്പെട്ട ഒരു ആലിമും ഹാഫിദ് അല്ലാതെ പോയിട്ടില്ല എന്നാണ്. ഹാഫിളീങ്ങളാണ് ആലിമായത്. ഇൽമ് ആലിമാവാൻ ഹിഫ്ള് ശർത്തല്ല. പക്ഷേ വാഖിഇൽ ലോകത്ത് സംഭവിച്ചത് എല്ലാ ഫുഖഹാകളും, എല്ലാ പ്രഗത്ഭരായ മുഹദ്ദിസുകളും ഖുർആനിന്റെ ഹാഫിളീങ്ങളായിരുന്നു. ഇന്നും അത്രയും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ തിരുശേഷിപ്പുകൾ ബാക്കിയുണ്ട്. വേറൊരു പണ്ഡിതനും അതിന് സമാനക്കാരനായ ആളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അഖീദയെ സംബന്ധിച്ച് ചർച്ചകൾ, പല അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സഈദ് അൽ ഖമിലി, മൊറോക്കോക്കാർ, അദ്ദേഹം മഗ്രിബിയ മൊറോക്കോക്കാരനാണ്, പ്രഗത്ഭനായ ആലിം.
എത്രയോ ആലിമീങ്ങൾ. നമ്മൾ അത്ഭുതപ്പെടുന്ന എവിടെന്നാണ് ഈ ഓർമ്മശക്തിയൊക്കെ, എവിടെന്നാണ് നഖലുകൾ ഉദ്ധരിക്കുന്നത്. മുവത്തയുടെ ദർസ് അദ്ദേഹം നടത്തുന്നുണ്ട്. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. ശിഷ്യന്മാര് സനദങ്ങ് വായിച്ചു തീരുമ്പോഴേക്കും ആ സനദിൽ വന്ന മുഴുവൻ താബിഈങ്ങള് സ്വഹാബിമാര് അവരുടെ മുഴുവൻ തർജമ മനഃപ്പാഠമായ, അതിന്റെ കൂടെ അബിയാത്തുകള്, അദബ്, ഷെയറുകൾ, ഷെയറുൽ ജാഹിലി, ഷെയറുൽ ഇസ്ലാമി, ചരിത്രങ്ങള്, സംഭവങ്ങള്, ഇങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാവുന്ന പരിചയപ്പെടാനൊന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ഷെയ്ഖ് സഈദ് അൽ ഖമിലി. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെടുകയാണ്. എത്രയോ വിജ്ഞാന പടുക്കളായ ആളുകൾ ജീവിതം മുഴുവനും ഹിഫദിന് വേണ്ടി, ദീനിന് വേണ്ടി മാറ്റിവെച്ചവര്, അവരെ ലോകം എന്ന് ആഗ്രഹിക്കുകയാണ്. ഷെയ്ഖ് സഈദ് അൽ ഖമിലി യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും, യൂറോപ്പിൽ തന്നെ പല ഭാഗങ്ങളിൽ, ജർമ്മനിയിലും ഫ്രാൻസിലും ലണ്ടനിലും ഒക്കെ ചെന്ന് ദർസ് നടത്തുന്ന ആൾ. അദ്ദേഹത്തിന് അറബി അറിയൂ, പക്ഷേ അത് മാഷാ അല്ലാഹ്, അത് മാഷാ അല്ലാഹ്, ഇത്രയും ചെറുപ്രായത്തിൽ അദ്ദേഹം എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തു എന്ന് വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഇൽമു നൽകണേ തമ്പുരാനെ, ഇൽമിൽ ബറകത്ത് നൽകണേ തമ്പുരാനെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു ഷഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ പള്ളിയുടെ വാതിൽക്കൽ നിന്നിട്ട് ഇശാ കഴിഞ്ഞിട്ട് സുബ്ഹി വരെ നടന്ന ചർച്ച ഹദീസുകളെ സംബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള നല്ല സുഹൃത്തുക്കൾ കിട്ടിയാൽ നമ്മുടെ ബുദ്ധി വർദ്ധിക്കും. മനുഷ്യന്റെ ബുദ്ധി നന്മയുടെ വെളിച്ചം കൊണ്ടാണ് അതിന് നൂറ് ലഭിക്കേണ്ടത്, വെളിച്ചം ലഭിക്കേണ്ടത്. അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടോ വായിച്ചുകൊണ്ടോ അല്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മാ ഉഅതി അബ്ദുൻ ബഅദൽ ഇസ്ലാമി ഖൈറൻ മിൻ അഖിൻ സാലിഹ്. ഒരാൾക്ക് മുസ്ലിമാവാൻ കഴിഞ്ഞാൽ, ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, മുസ്ലിമായതിനു ശേഷം ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒരു നല്ല കൂട്ടുകാരനാണ്, ഒരു നല്ല സുഹൃത്താണ്. ഒരു പെണ്ണിന് നല്ല കൂട്ടുകാരി, ഒരാണിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കൂട്ടുകാരൻ, അല്ലാഹുവിലേക്ക് നമ്മെ വഴി നടത്തുന്ന. فإذا رأى أحدكم ودا من أخيه فليتمسك به. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് ഒരു സ്നേഹം കണ്ടാൽ ആ സ്നേഹം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കണേ. ആ ബന്ധം നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണേ. ആ ബന്ധം ഖിയാമത്ത് നാൾ വരെ നീണ്ടുപോകേണ്ട സൗഹൃദമാക്കി മാറ്റിയെടുക്കണം. കാരണം സജ്ജനങ്ങളെ കിട്ടാൻ പ്രയാസമാണ്. കിട്ടിയ ആളുകളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. സജ്ജനങ്ങളുടെ കൂട്ടായ്മ നമ്മുടെ കൊച്ചുമക്കൾക്ക്, ചെറിയ മക്കൾക്ക്, വലിയവർക്ക് വേണം. ചെറിയ നഴ്സറി സ്കൂളിൽ പോകുന്ന പിഞ്ചു മക്കള് അനാവശ്യ വർത്തമാനങ്ങൾ വന്ന് വീട്ടിൽ പറയുന്നത് എത്രയോ രക്ഷിതാക്കൾ പരാതി പറയാറുണ്ട്. എന്റെ മോൻ ഒരു അനാവശ്യം പറയാതെ പഠിച്ച മോന്, പക്ഷേ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ പിന്നെ അവൻ മോശപ്പെട്ട വാക്ക് പറയുന്നു. എവിടുന്ന് മോനിത് കിട്ടി? കൂട്ടുകാര് പറയുന്നു. ഈ കൊച്ചുകുട്ടികൾക്ക് എവിടുന്ന് കിട്ടി? ഉമ്മയും വാപ്പയും വീട്ടിൽ നിന്ന് പറയുന്നു. മാതാപിതാക്കൾ വീട്ടിൽ ഇതാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജ്യേഷ്ഠനുജന്മാർ ഇതാ സംസാരിക്കുന്നത്. അതാണ് കൊച്ചുമക്കൾ കേൾക്കുന്നത്. ആ കൊച്ചുമക്കൾ നഴ്സറിയിലേക്ക് പോകുന്നു. അവിടെ വരുന്ന പിഞ്ചോമന നിഷ്കളങ്കരായി ഇത് കേട്ടിട്ടില്ലാത്ത മക്കളോട് ഇത് കേട്ട മക്കൾ പറയും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ സൗഹൃദത്തിന്റെ ഒരു നല്ല വലയം, സജ്ജനങ്ങളുടെ ഒരു നല്ല കൂട്ടുകെട്ട് അനിവാര്യമാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് നൽകട്ടെ. ഡിഗ്രി കഴിയുമ്പോഴേക്കും, ഡിഗ്രിക്ക് മക്കളെ ചേർത്തുമ്പോഴേക്കും രക്ഷിതാക്കൾക്ക് വേദനയാണ്. ഏത് കോളേജിൽ കൊണ്ടുപോയി പഠിപ്പിക്കും? എങ്ങനെ പഠിപ്പിച്ചാലും മക്കൾ മോശപ്പെട്ടു പോകുന്നുവോ? ചീത്ത കൂട്ടുകെട്ടിലേക്ക് പെട്ടുപോകുമോ? മയക്കുമരുന്നിന് അടിമകളാകുമോ? ഡ്രഗ്സിന് അടിമകളാകുമോ? വ്യഭിചാരത്തിന് അടിമയാകുമോ എന്ന ഭീതിതമായ അവസ്ഥയിലാണ് നമ്മൾ. എന്റെ മുസ്ലിമീൻ കുടുംബത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു മോനോ മോളോ ഏതെങ്കിലും ഒരു കോളേജിലോ ക്യാമ്പസിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് മാത്രമല്ല. നിങ്ങൾ നിസ്കരിക്കാത്ത ഏതെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരനെ, കൂട്ടുകാരിയെ, സഹോദര സഹോദരി, നിങ്ങളെ കാരണം അവർ നിസ്കാരം തുടങ്ങണം. അവിടെ നിങ്ങൾ മദ്യപിക്കാറില്ല, സിസർ വലിക്കാറില്ല, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യാറില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല എന്നല്ല. അത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആള് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയണം. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരാളെ നന്നാക്കിയെടുക്കാൻ കഴിയണം. എന്റെ മോൻ ഒന്നും ചെയ്യില്ല, എന്റെ മോൻ നല്ലവനാണ്, അത് മാത്രം പോരെന്നാ ഞാൻ പറയാ. നിങ്ങളുടെ നല്ല മോൻ മറ്റൊരാളെ കൂടെ നന്നാക്കാൻ കാരണമാകണം. അതാ അങ്ങനെ നന്നായി കഴിഞ്ഞാൽ നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ അതൊരു വലിയ സമ്പാദ്യമായിരിക്കും.
الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. നാളെ പരലോകത്തെ സജ്ജനങ്ങളായ ആളുകൾക്ക്, നല്ലവരായ കൂട്ടുകാർക്ക് നാളെ പരലോകത്ത് രക്ഷയുണ്ട്. അല്ലാത്ത ചീത്ത കൂട്ടുകാർ പരസ്പരം ശത്രുക്കളാണ്. ഈ സമുദായത്തെ ധാർമ്മികമായി നല്ല നിലയിൽ സമുദ്ധാരണം ചെയ്യാൻ അനിവാര്യമായത് നിഷ്കളങ്കമായ സാരോപദേശമാണ്. നിഷ്കളങ്കമായ സാരോപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്നദ്ദീന അന്നസ്വീഹ, അദ്ദീനു അന്നസ്വീഹ. പല വാക്കുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ദീൻ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാരോപദേശമാണ്. അത് കൊച്ചു മക്കൾക്ക് നൽകണം. +2 പഠിക്കുന്ന മക്കൾക്ക് സാരോപദേശം വെറുപ്പാണ്. ഉമ്മമാരുടെ ഉപദേശം കേൾക്കുമ്പോ മക്കൾ പറയുമ്പോ നിർത്തുന്നുണ്ടോ? വാപ്പമാര് ഉപദേശിക്കുമ്പോൾ മക്കൾ പറയും, വാപ്പായുടെ ഈ ഉപദേശം എനിക്ക് മടുപ്പ് വരുന്നു. ഉപദേശിക്കേണ്ടത് എപ്പോഴാണ്? ലാഇബുഹും സബ്അൻ വഅദ്ദിബുഹും സബ്അൻ വസ്വാഹിബുഹും സബ്അൻ ثم ارسل الحبل على عاتقهم. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അദ്ദിബുഹും ലാഇബുഹും സബ്അൻ. ഒരു കുഞ്ഞ് ജനിച്ച് 7 വയസ്സ് വരെ ആ കുഞ്ഞിന്റെ കൂടെ നിങ്ങൾ കളിക്കണം. ആ കുഞ്ഞിന്റെ കൂടെ കളിക്കൂട്ടുകാരനാവണം. കുഞ്ഞിനെ നിങ്ങൾ എന്റർടൈൻ ചെയ്യണം, കുഞ്ഞിന്റെ കൂടെ കളിക്കണം. റസൂലുള്ളാഹി തങ്ങൾ മുട്ടുകുത്തി കളിച്ചിട്ടുണ്ടല്ലോ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ പേരക്കിടാവ്, ഹബീബിന്റെ പുറത്ത് കയറി നിന്നിട്ടുണ്ട്. ഹബീബ് മുട്ടുകുത്തി നടക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയേ, നിഅമൽ മർകൂബ്, ഇത് എത്ര വലിയ വാഹനമാണ് നബിയെ നിങ്ങളുടെ മോന് കിട്ടിയത്. എത്ര നല്ല വാഹനമാണ്, അങ്ങയല്ലേ കിട്ടിയത് പിഞ്ചുമോന് എന്ന് പറഞ്ഞപ്പോ വനിഅമർ റാകിബു, ഈ കയറിയിരിക്കുന്ന മോൻ എത്ര മോശക്കാരനാണോ എന്ന് നബി തങ്ങൾ ആ പിഞ്ചു ബാലനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ലാഇബുഹും സബ്അൻ, 7 വയസ്സ് വരെ മക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ കളിചിരിയോടെ പെരുമാറേണ്ട സമയമാണ്. അവിടെ കളിചിരിയേ വേണ്ടു. 7 കഴിഞ്ഞാൽ 14 വരെയാണ് ഉപദേശിക്കേണ്ടത്. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 14 വയസ്സ് വരെയുള്ള സമയം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഉപദേശിക്കേണ്ട സമയമാണ്. നന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മ തിരുത്തുകയും ചെയ്യേണ്ട പ്രായം 7 മുതൽ 14 വരെയാണ്. ആ 14 കഴിഞ്ഞാൽ 14 മുതൽ 21 വരെയുള്ള 7 വർഷം നിങ്ങൾ അവർക്കൊരു കൂട്ടുകാരനെ പോലെയാവണം. കാരണം അവരൊക്കെ നൈസർഗികമായ സ്വാഭാവികമായ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവുകയും സ്നേഹവും അനുകമ്പയും തനിക്കൊരു അഭയം വേണമെന്നൊരവസ്ഥയും എന്റെ പ്രശ്നങ്ങൾ പറയാൻ കേൾക്കാൻ ഒരാൾ വേണം എന്ന ചിന്ത നമ്മുടെ ടീനേജുകാരിൽ വരുന്നൊരു പ്രായമാണ് 14 മുതൽ 21 വയസ്സ് വരെയുള്ള കാലം. ആ കാലഘട്ടത്തിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ, നിങ്ങൾ അവർക്ക് അഭയം കൊടുക്കാതിരുന്നാൽ, അവരുടെ പ്രശ്നങ്ങളും അവരുടെ കൺസേണുകളും നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അവരെ കുറ്റം ചാരുന്നതിന് പകരം അവർക്ക് പരിഹാരം നൽകുന്നവരാണ് എന്നൊരു കോൺഫിഡൻസ്, ഒരു നിർബന്ധമായും നിങ്ങളെ കുറിച്ചുള്ള വിശ്വസ്തത മക്കൾക്കുണ്ടെങ്കിൽ അവരാരും ചാടിപ്പോകാൻ തയ്യാറാവില്ല. അവരാരും ഒരു പ്രേമത്തിന്റെ വലയത്തിലും ചെന്ന് കുടുങ്ങില്ല. എന്റെ ഉമ്മയോട് പറയാം, എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ഉമ്മയാണ്, എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ഉപ്പയാണ്. ആ ഒരു രീതിയിൽ നിങ്ങളുടെ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലം പിന്നെ ഉപദേശിച്ചാൽ കേൾക്കൂല അവരെ. അതുകൊണ്ടാണ് ഡിഗ്രിക്കും +2നും പഠിക്കുന്ന മക്കളോട് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവർ കേട്ടിരിക്കാൻ തയ്യാറാവില്ല. അവർക്ക് ബോറടിക്കും പെട്ടെന്ന്. ആ പറയേണ്ട സമയം കഴിഞ്ഞു പോയി. 14 വയസ്സാകുന്നത് വരെ, 7 മുതൽ 14 വരെ, ആ 7 കൊല്ലമാണ് സാരോപദേശം സ്വീകരിക്കുന്ന സമയം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മനോഹരമായ വചനം നമ്മുടെ മക്കളുടെ തർബിയത്തിൽ വളരെ 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 പ്രാധാന്യമുള്ള ഒരു ചിന്തയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വന്നാൽ നമ്മുടെ മക്കൾക്ക് സാരോപദേശം കൊടുത്താൽ അവർ സ്വീകരിക്കും. 14 വരെയുള്ള സമയം, ആ 14 വരെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അത് നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ശേഷമുള്ള സമയം നിങ്ങളുടെ സാരോപദേശവും നിങ്ങളുടെ കൂട്ടുകെട്ടും അവർക്ക് ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരും. അത് പരിഹരിക്കും
പരിഹരിക്കാൻ വലിയ പ്രയാസപ്പെടേണ്ടി വരും. മക്കളോട് സാരോപദേശം 14 വയസ്സ് കഴിഞ്ഞാൽ വേണ്ട എന്നല്ല ഈ പറഞ്ഞത്. സ്വാഭാവികമായും മക്കളുടെ സ്വാഭാവികമായ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കിയാൽ 14 കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അതിന്റെ മുമ്പ് നമുക്ക് അവരെ ക്ലേ പോലെ ഒരു കളിമണ്ണ് കിട്ടിയാൽ നമുക്കതിനെ രൂപപ്പെടുത്താൻ കഴിയുന്ന പോലെ പിഞ്ചു മക്കളെ നല്ല നിലക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. അവർ നല്ലവരായി വളർന്ന് അഭിമാനം നൽകുന്നവരായി മാറുന്നത് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാരോപദേശം വേണം. മുതിർന്ന ആളുകൾ ചെറിയവരെ ഉപദേശിക്കണം. മുതിർന്നവർ ചെറിയവരോട്, ഉപ്പമാരെ മക്കളോട്, നമ്മുടെ സമുദായത്തിലെ മഹല്ല് ഭാരവാഹികൾ, സമുദായത്തിലെ അംഗങ്ങളോട്, പള്ളിയിലെ ഗുരുനാഥ് ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഖതീബുമാർ, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളോട്, അല്ലാത്തവരോട് സാരോപദേശം കൊടുക്കുക. ഈ സാരോപദേശം കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അവിടെയാണ്. നമ്മുടെ ഒരു പക്ഷേ ഈ സാരോപദേശം കേൾക്കേണ്ട ആളുകൾ, നിങ്ങളെക്കാളും ഇത് അനിവാര്യമായും കേൾക്കേണ്ടവർ ഇവിടെ വന്ന് കാണണമെന്നില്ല. അവരുള്ളിടത്ത് നമ്മൾ പോയിട്ട് കൊടുക്കേണ്ടവരാണെന്നാണ് പറയാ. അതിന് ആലിമീങ്ങൾ പറയും, രോഗം ഒരു ഏകദേശം കുഴപ്പമില്ലാത്ത സുഖമാണെങ്കിൽ രോഗിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റും. അതാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. രോഗി ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗിയാണെങ്കിൽ രോഗി ഡോക്ടറെ അടുത്തേക്ക് വരില്ല, ഡോക്ടർ അങ്ങോട്ട് പോയി കാണേണ്ടി വരും. പലപ്പോഴും നമ്മുടെ മഹല്ലിലുള്ള എത്രയോ ആളുകൾ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരെ, നന്മയിലേക്ക് വരാത്തവരെ, അവരുടെ വീടുകളിലോ ക്യാമ്പസുകളിലോ ഷോപ്പിലോ ചെന്ന് അവിടെ ചെന്ന് നമുക്ക് സാരോപദേശം കൊടുക്കേണ്ടി വരും. മഹാന്മാരായ ഉസ്താദുമാർക്ക് അതിന്റെ ഹിമ്മത്തുണ്ടാവട്ടെ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. നസീഹത്തുൽ മുഖ്ലിസീൻ, സജ്ജനങ്ങളായ ആളുകളുടെ ഉപദേശം. അതൊരു പക്ഷേ പിതാവായിരിക്കാം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മഹാനവറുടെ പിതാവിനെ സംബന്ധിച്ച് പറഞ്ഞു, എന്റെ പാപ്പ എന്നോട് പറഞ്ഞു, എനിക്ക് 15 വയസ്സായപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, ഇന്നഹു ഖദ് ഇൻഖലത് അൻക ശറാഇഉസ് സിബാ, മോനെ സുഫിയാൻ ഇബ്നു ഉയൈന, നിന്റെ കുട്ടിക്കാലം കഴിഞ്ഞു മോനെ. ഒരു കുട്ടിയായിരിക്കുമ്പോൾ നീ ചെയ്യുന്ന തെറ്റുകൾ നിന്റെ മേൽ എഴുതപ്പെടില്ല എന്നൊക്കെ നീ കേട്ടിരിക്കാം. ആ കാലം കഴിഞ്ഞു മോനെ. ഫത്ബഇൽ ഖൈറ, അതുകൊണ്ട് നന്മയുടെ കൂടെ നിൽക്കണേ. തകും മിൻ അഹ്ലിഹി, നീ നന്മയുടെ അഹ്ലുകാരനായി മാറും. സുഫിയാൻ ഇബ്നു ഉയൈന എന്ന പ്രഗൽഭനായ പണ്ഡിതൻ അദ്ദേഹം പറയാ, എന്റെ പിതാവ് പറഞ്ഞതിന് ശേഷം എന്റെ പിതാവിന്റെ സാരോപദേശമാണ് എന്റെ ഖിബില. ആ ഖിബിലയിൽ നിന്ന് ഞാൻ പിന്നെ തെറ്റിയിട്ടില്ല എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി. ആ സാരോപദേശം നൽകിയത് പിതാവാണ്. എത്രയോ ആളുകൾ പറയും, എന്റെ വല്ലിപ്പയുടെ ഉപദേശം ഉണ്ടായിരുന്നു, എന്റെ അമ്മാവൻ അങ്ങനെ പറഞ്ഞു തന്നു, എന്റെ ഉപ്പ അങ്ങനെ ഉപദേശിച്ചു തന്നു. ഈ ഉപ്പമാർ, മാതാപിതാക്കൾ മക്കളോട് കൃത്യമായും ഇടപെടാൻ കഴിയണം. ഒരുപക്ഷെ നല്ല ഉമ്മമാരുണ്ട്, പിതാക്കന്മാരെക്കാളും മക്കളോട് ശരിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത് ഉമ്മമാർക്കാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. ഉമ്മയാണ് ഏറ്റവും നല്ല പാഠശാല. ആ പാഠശാല നന്നായാൽ അവിടെ പഠിച്ചിറങ്ങുന്ന മുഴുവൻ ആളുകളും നല്ലവരായി മാറും. ആ കവിതയുടെ അർത്ഥം അതാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. അറിയുമോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ വഴിക്കുള്ള സഹോദരിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. രണ്ടുപേരുടെയും രണ്ടുമ്മമാരാണ് അത്രേ. അസ്മാ ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്, മുതിർന്നവരാണ്. 100 വയസ്സ് വരെ ജീവിച്ച ഉമ്മയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വല്ലാത്ത ഈമാനുള്ള മഹദിയായിരുന്നു. താബിഈങ്ങളുടെ കാലവും താബിഈങ്ങളുടെ കാലത്തേക്ക് കടന്നതിന് ശേഷം ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള്. ആരെന്നറിയുമോ? 2 ബെൽറ്റുകളുടെ ആളെന്ന് നബി തങ്ങൾ വിളിച്ച അസ്മാഉ ദാത്തുൻ നിതാഖീൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോൾ സൗർ ഗുഹയിൽ നിബിതങ്ങളും ശുദ്ധീകരിക്കുന്നവരും 3 ദിവസം താമസിച്ചുവല്ലോ, ഒളിച്ചിരുന്ന് താമസിച്ചല്ലോ. അവിടെയല്ലേ ചിലന്തി വല നെയ്തത്, അവിടെയല്ലേ മാടപ്രാവ് വന്ന് കൂടുവെച്ചത്. അതുകൊണ്ടല്ലേ ഹബീബിനെയും ശുദ്ധീകരിക്കുന്നവരെയും ശത്രുക്കൾ നോക്കാതെ അവിടുന്ന് തിരിച്ചുപോയത്. ആ ഗുഹക്കകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി തങ്ങളും വിശ്രമിക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ഉംറക്ക് പോയവർക്കറിയാം എത്ര ഹൈറ്റുള്ള മലയാണ് ഹിറാ ഗുഹയുള്ള ജബലുൻ നൂറും അതുപോലെ സൗർ ഗുഹയുള്ള ജബൽ സൗറും. എത്ര ഹൈറ്റുണ്ട്, എത്ര ഉയരത്തിലാണത്. ആ ഗുഹയിലേക്ക് രാവിലെയും വൈകുന്നേരവും പ്രിയപ്പെട്ട ഉപ്പാക്കും പ്രിയപ്പെട്ട റസൂലിനും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന മഹദിയാണ് അസ്മാഉ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹാ. ആ അസ്മാ ബീവി 100 വയസ്സായിരിക്കുകയാണ്. ബീവിക്ക് കണ്ണ് കാണുന്നില്ല. ബീവിയുടെ മോനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ അന്ന് മക്കയിൽ അമവി ഭരണാധികാരികളുമായിട്ട് ഒരു അധികാര തർക്കമുണ്ടാവുകയും മദീനയുടെ ഹിജാസിന്റെ ഖിലാഫത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾക്ക് ആളുകൾ നൽകുകയും മഹാനവറുകൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അതിന് തുനിയാതെ, അത് സമ്മതിക്കാതെ അതിന്റെ പേരിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ പിടിക്കാനും ശിക്ഷിക്കാനും വേണ്ടി മക്കയിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോ മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട് ചരിത്രത്തിൽ. അന്ന് ഉമ്മാക്ക് കണ്ണ് കാണില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ മക്കയിലാണ് അസ്മാ ബീവി താമസിച്ചത്, മക്കയിലാണ്. മക്കയിലിരിക്കുമ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ പറഞ്ഞത് കഫാ ബിഹി ളാലിമാ, അക്രമി എന്ന് പറയാൻ അവൻ മതിയല്ലോ. അത്ര വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ്. അക്രമിയാണ്, കൊടിയ ക്രൂരനാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് മക്കയിലേക്ക് വന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ ദാരുണമായി കൊല ചെയ്യുമെന്നറിയാം. അത് അസ്മാ ബീവിക്ക് കാണാനും കണ്ടു നിൽക്കാനും കഴിയില്ല. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ ഇതറിഞ്ഞു തന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ കഅബാലയത്തിന്റെ ഉള്ളിൽ അഭയം തേടാൻ പോവുകയാണ്. കഅബാലയത്തിന്റെ ഉള്ളിൽ അഭയം തേടിയ ഒരാളെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ആളുകൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ ദാരുണമായി വധിക്കുകയാണ് ഉണ്ടായത്. വധിച്ചു എന്ന് മാത്രമല്ല, മഹാനവരുടെ മയ്യിത്ത് പോലും മറവ് ചെയ്യാതെ മക്കയിലെ 10 ദിവസത്തോളം കുരിശിൽ തറക്കുന്ന പോലെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. അത്രയും ക്രൂരമായൊരു വധം നടക്കാൻ പോകുന്നതിന്റെ മുമ്പ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് മോൻ ചോദിച്ചു, ഉമ്മ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അസ്മാ ബീവി മറുപടി കൊടുക്കുകയാണ്. ഒരു ഉമ്മ തന്റെ മോന് കൊടുക്കുന്ന ഉപദേശം, ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഉമ്മമാരെ. അല്ലാഹ അല്ലാഹ യാ ബുനയ്യ, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ മോനെ. ഇൻ കുൻത തഅലമു അന്നക അലാ ഹഖ്ഖിൻ തദഉ ഇലൈഹി ഫംളി അലൈഹി, മോനെ നീ സ്വീകരിച്ചത് സത്യത്തിന്റെ നയമാണെങ്കിൽ, നിന്റെ കയ്യിലുള്ളത് ന്യായം സത്യവുമാണെങ്കിൽ, ആ ന്യായവും സത്യവും നീ മുറുകെ പിടിച്ചു മുന്നോട്ട് പോയിക്കോ. ولا تمكن من رقبتك غلمان بني أمية فيلعبوا بك, അതുകൊണ്ട് നീ വിട്ടുകൊടുക്കണ്ട, നീ ധീരമായി മുന്നേറിക്കോ. ബനു ഉമയ്യത്തിന്റെ ആളുകൾ നിന്റെ തല വെച്ച് കളിക്കരുത് മോനെ. അതല്ല മോനെ, നീ ഉദ്ദേശിച്ചത് അധികാരവും സമ്പത്തുമാണെങ്കിൽ ഫബിഇസൽ അബ്ദു അൻത, നീ എത്ര മോശക്കാരനാണ്. അഹ്ലക്ത നഫ്സക വമൻ മഅക, അബ്ദുല്ലാ നീ നിന്നെയും നിന്റെ കൂടെയുള്ളവരും നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അധികാരവും ദുനിയാവും വേണോ? നിന്റെ നാശത്തിന്റെ വഴിയാണത്. അതല്ല നിനക്ക് അല്ലാഹും റസൂലും വേണോ? നീ മുന്നോട്ട് പോയിക്കോ നിന്റെ ന്യായത്തിലും നിന്റെ വാദത്തിലും. മോനെ മോൻ പറഞ്ഞു ഉമ്മ ഞാൻ സത്യത്തിന്റെ മാർഗത്തിലാണ്.
ഉമ്മ പറയാ, മോനെ നീ എന്നോട് പറയാണെന്ന് സങ്കല്പിക്കുക, ഞാൻ ഇതുവരെ സത്യത്തിന്റെ മാർഗമാണ്, പക്ഷെ എന്റെ കൂടെയുള്ള ആളുകൾ എനിക്ക് സപ്പോർട്ട് തരാതിരുന്നാൽ പിന്നെ എന്റെ മനക്കരുത്ത് നഷ്ടമായി എന്ന് പറഞ്ഞാൽ, മോനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് സ്വതന്ത്രരായ ആൺകുട്ടികൾ പറയുന്ന വാക്കല്ല. കം ഖുലൂദുക ഫിദ്ദുനിയ, നീ എത്ര കാലം ദുനിയാവിൽ നിൽക്കും മോനെ. മോനെ ഇബ്നു സുബൈറേ, അന്തസ്സോടെ വധിക്കപ്പെടലാണ് നിനക്ക് ഖൈറ്. അഭിമാനത്തോടുകൂടെ ജീവിക്കുമ്പോൾ വാളുകൊണ്ട് തലക്ക് വെട്ടുകിട്ടിയാലും അതാണ് നിന്യനായി അടികൊള്ളുന്നതിനേക്കാളും നല്ലത് മോനെ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരോട് ഉമ്മ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, മോൻ റെഡിയായിക്കോ, ഒരു പോരാട്ടത്തിന് തയ്യാറായി നിന്ന മോനെ. മോൻ പോവുകയാണെങ്കിൽ എനിക്ക് നിന്നെ അവസാനമായി ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ഉമ്മയോട് സമ്മതം വാങ്ങി ഹജ്ജാജിന്റെ ആളുകളുമായുള്ള ആ ഒരു യുദ്ധത്തിനൊരുങ്ങുകയാണ്. പടച്ചട്ടയണിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ഉമ്മയെ കാണാൻ ചെന്നു. അസ്മാ ബീവി മോന്റെ തലയിൽ ഇങ്ങനെ തലോടി, ആ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്ത ഒരു ഉമ്മയാണിത്. സിദ്ദീഖ് തങ്ങളുടെ മോളാണിത്. 100 വയസ്സാണ് ഇപ്പൊ പ്രായം. മഹദി മോനെങ്ങനെ തടവിയപ്പോൾ നെഞ്ചിൽ ഇരുമ്പിന്റെ വസ്ത്രം കാണുന്നുണ്ട്. ഉമ്മ ചോദിച്ചു, മോനെ എന്താ ഇത്? ഇതുമ്മ വാളുകൊണ്ട് വെട്ടുകൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ധരിച്ച ആർമറാണുമ്മ, പടയങ്കിയാണിത്. അഴിച്ചു വെക്ക് മോനെ, ഇത് ധീരതയുള്ള ആളുകൾ അതൊന്നും അറിയാറില്ലമോ, ഇതൊന്നും ധരിക്കാറില്ല മോനെ, അഴിച്ചു വെക്ക്. ആൺകുട്ടികൾ ഇത് ധരിക്കില്ല മോനെ, അഴിച്ചു വെക്കത്. നിനക്കെന്തിന് ആർമർ വേണം, നിനക്കെന്തിന് ദിർഅ വേണം, പടയങ്കി വേണം, നീ ധീരനായിട്ട് ചെല്ല്. അഴിപ്പിച്ചു വെച്ചു. മോൻ പറഞ്ഞു, ഉമ്മയോട് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഉമ്മ അഖാഫു ഇൻ ഖതലനി അഹ്ലു ശാം അൻ യുമഥിലൂ ബി വയസ്ലിബൂനി. ഉമ്മ എനിക്ക് മരണം പേടിയില്ല. ഞാൻ മരിച്ചാൽ, ഞാൻ കൊല്ലപ്പെട്ടാൽ ഇവരെന്റെ കൈകാലുകൾ മുറിച്ചെടുക്കുകയും എന്നെ കുരിശിൽ തറക്കുന്ന പോലെ കെട്ടിത്തൂക്കുകയും ചെയ്യുമല്ലോ ഉമ്മ. ആ പേടി എനിക്കുണ്ട്. മോനെ സത്യത്തിൽ ഉറച്ചു നിൽക്കും മോനെ, സത്യത്തിലുള്ള മരണമാണ് നിനക്ക് നല്ലത്. പിന്നെ അറുക്കപ്പെട്ട ആടിനെ തോല് കിഴിച്ചാൽ അത് ആടിന് ബുദ്ധിമുട്ടാവാറില്ല. ഉമ്മ കൊടുത്ത മറുപടിയാണത്. നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം അവരെന്ത് ചെയ്താൽ എന്താ? അറുക്കപ്പെട്ട ആടിനെ അല്ലാഹുവിന്റെ സഹായം തേടിക്കോ മോനെ, നീ നിന്റെ ഉൾക്കാഴ്ചയിൽ നടന്നോ എന്ന് പറഞ്ഞ് തന്റെ മോനെ അത്ഭുതകരമായ ധീരതയുടെ വാക്കുകൾ പഠിപ്പിച്ച ഉമ്മയാണ് അസ്മാഉ ബിൻതു അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് അസ്മാ റളിയല്ലാഹു അൻഹ. ഇത് ഏറ്റവും നിർണായകമായ ഒരു രംഗത്ത്, പ്രതിസന്ധിയുള്ള ഒരു നേരത്ത്, ഷഹാദത്തിന്റെ ഒരു നേരത്ത് തന്റെ മോനോട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരോട് കൊടുത്ത ഉപദേശം, സാരോപദേശം നൽകുന്നത് ഇങ്ങനത്തെ ഉമ്മമാർ മക്കൾക്ക് പരീക്ഷയിൽ പരാജയപ്പെടുമ്പോഴേക്കും നിരാശപ്പെടുന്ന മക്കള്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേമ നൈരാശ്യം വരുമ്പോഴേക്കും പഠനം നിർത്തിക്കഴിയുന്ന മക്കള്, ഏതെങ്കിലും നിസ്സാര കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് വീട്ടുകാരോട് തെറ്റിപ്പോകുന്ന മക്കള്, അവരെക്കൊന്ന് പിടിച്ചിരുത്തി ഉമ്മമാരുടെ അച്ചടക്കത്തിന്റെ മനക്കരുത്തിന്റെ നല്ല നല്ല വാക്കുകൾ മതിയാവും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സമുദ്ധാരണം ആവശ്യമായ ഒരു സമുദായത്തിന് സാരോപദേശങ്ങൾ വേണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് വേണം, ചുറ്റുവട്ടങ്ങളിൽ നിന്ന് വേണം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വേണം, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് വേണം. ഈ സാരോപദേശം നൽകുന്നത് ഒരുപക്ഷെ നമുക്ക് ഒരു പരിചയവുമില്ലാത്തൊരു സാധാരണക്കാരനായിരിക്കാം. അങ്ങനെയും വരും ഒരു സാധാരണക്കാരൻ. അതിനു മുമ്പ് നമ്മുടെ ബക്കറ്റ് കളക്ഷൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ പരിപാടിക്ക് കാര്യമായ ചെലവുണ്ടെന്നറിയാം. നമ്മുടെ ഇപ്പോഴത്തെ അന്തേവാസികൾക്ക് താമസിക്കാനുള്ള സൗകര്യം പൂർണ്ണമാവാൻ മിനിമം 15 ലക്ഷം രൂപയെങ്കിലും
അടിയന്തരമായി ഇപ്പോൾ ആവശ്യമുണ്ടെന്നാണ് ഉവൈസമാനി ഉസ്താദ് അവർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സഹായം ഇപ്പോഴും മാത്രമല്ല, ഈ പരിപാടി കഴിഞ്ഞു പോയാലും നിങ്ങളുടെ നാടുകളിലോ നിങ്ങളുടെ ബന്ധങ്ങളിലോ ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണിത് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടെങ്കിലും നിങ്ങളുടെ കൃത്യമായ സഹായം ഈ സംരംഭത്തോടുണ്ടാകണം എന്ന ആശ്രയത്തിന് വേണ്ടി ഞാൻ ഒരിക്കലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. വാഹന സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, ദൂരങ്ങളിലേക്ക് പോകുന്നവർക്കടക്കം. മാഷാ അല്ലാഹ്. അപ്പൊ ബക്കറ്റ് ഒരു ക്യാൻറ്റീനാണ് നമുക്ക് ആവശ്യമുള്ളത്. അത്യാവശ്യമായിട്ട് താൽക്കാലിക ക്യാൻറ്റീനും ഡൈനിങ്ങും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, അതിന് പ്രതീക്ഷിക്കുന്ന ചെലവ് 4 ലക്ഷം രൂപയാണ്. അത് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വിഷയം ഒന്ന് ഏറ്റെടുക്കണം എന്നറിയിക്കുകയാണ്. കാരണം നമ്മുടെ ബക്കറ്റ് കളക്ഷൻ ഒരുപക്ഷെ എനിക്കൊന്നും ഈ മൈക്ക് സെറ്റിന്റെയും ലൈറ്റിന്റെയും പന്തലിന്റെയും ചെലവിന് വരെ തന്നെയുള്ളതില്ല. അപ്പൊ നമുക്കിത് ക്യാൻറ്റീനൊന്നും ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അപ്പൊ നിങ്ങളുടെ ചിന്തകളിലേക്ക് അത് കിടക്കട്ടെ. നിസ്കാര സൗകര്യം നമുക്ക് നിലവിൽ താൽക്കാലികമാണുള്ളത്. സ്ഥിരമായി ഒരു നിസ്കാര സൗകര്യം ഒരുങ്ങുന്ന ഒരു വലിയൊരു മസ്ജിദിന്റെ ഒരു സമുച്ചയം തന്നെ ഇവിടെ 80 ലക്ഷം രൂപ ചെലവിൽ ഇവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.